ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് 28-ാം ദിവസമാണ് കർക്കിടകം. രാമായണം അല്പം നോക്കാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതദാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ ഭക്തരുടെ കമൻസുകളെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് മേഘനാഥവധമാണ് വായിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് എല്ലാവരും മരിച്ചു വീണു. അങ്ങനെ ഹനുമാൻ മരുന്നിന് പോയി ഔഷധം കൊണ്ടുവന്ന് അതിൻ്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ എല്ലാവരും ജീവിച്ചെഴുന്നേറ്റു. എന്നിട്ട് രാക്ഷസർ മരിച്ചവരെല്ലാം വാരാനിധിയിൽ കൊണ്ടിട്ടാണ് എല്ലാം മരിച്ചുപോയി. ഈ കാറ്റ് ഈ മരുന്ന് കൊണ്ടുവരുന്നതിന് മുമ്പേ അവർ എടുത്ത് കളഞ്ഞു ജഡം. അതുകൊണ്ട് അവരെല്ലാം മരിച്ചുപോയി. പക്ഷേ ഹനുമാൻ എത്തിയപ്പോൾ ഇവരെ രക്ഷിച്ചു. നമുക്ക് മേഘനാഥവധം വായിക്കാം. ഇത് അക്ഷരങ്ങളെല്ലാം തിരിഞ്ഞും പിരിഞ്ഞും കിടക്കുന്നതായത് പാടാ വായിക്കാൻ. എല്ലാം രായും തായും അങ്ങനെയൊക്കെ വരുന്നതാണ്. രാഘവന്മാരും മഹാകവിവീരരും ശോകം അകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിന് വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കരുതരേ. വൃക്ഷങ്ങളും കൊള്ളിയെല്ലാം മുറിച്ച് കൊണ്ടുവന്ന് ഈ ലങ്കാപുരി അവിടെ എല്ലാം കൊണ്ട് വെച്ച് തീയിടണം. അതിനാണ് കൊള്ളി മുറിക്കുക എന്ന് വെച്ചാൽ മതിലുകളൊക്കെ മുറിച്ച് അകത്ത് കയറണം. അവർ കൂട്ടിക്കെട്ടി അകത്തിരിക്കുകയാണ്. കാരണം ഇവരെല്ലാം ചത്തുപോയെന്നും പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോഴേ അവർ സുഖമായിട്ടിരിക്കുന്നു. എന്നാൽ ഇനി ഇവരെല്ലാം ജീവിച്ചുണർന്നപ്പോൾ ഇനി നിങ്ങൾ കൊള്ളി, അത് വിറക് കൊണ്ടുവന്ന് എല്ലായിടവും 4 വാതിൽ എല്ലായിടവും ചുറ്റിനും കൊണ്ടുവച്ചിട്ട് അത്രത്തോളം കുരങ്ങന്മാരുണ്ടല്ലോ, ഇഷ്ടം പോലെയും വനത്തിൽ നിന്ന് വാരിക്കൊണ്ട് വേദനക്ക് കൊണ്ടിട്ട് കത്തിക്കാമല്ലോ. അങ്ങനെ തെരുതരേ അവർ കൊള്ളികളെല്ലാം കൊണ്ട് കത്തിക്കാൻ. വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരേ കൂപ തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുര ദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവർ ഇന്നും ഉണ്ടെങ്കിലോ വെന്ത് പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും. അന്തകൻ വീട്ടിനയക്കാം മനുഷ്യണം. ശക്തിയേറിയ ഈ രാക്ഷസന്മാരുണ്ടെങ്കിൽ വേവുമ്പോൾ വെന്ത് സഹിടുമ്പോൾ പൊറാഞ്ഞാൽ അവരെല്ലാം പുറത്ത് വരും. അപ്പോൾ നമുക്ക് അവരെ വധിച്ച് അന്തകൻ കാലപുരിക്ക് വിടാം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതരെ വച്ച് തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും, അതായത് വീടും കുളിപ്പരയും കർത്തിയ സ്വർണം വെള്ളി ചെമ്പ് ഇത് ഇങ്ങനെയുള്ള മുറികളെല്ലാം വാരണ വൃന്ദവും വാജി സമൂഹവും ആനകൾ കുതിരകൾ
തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും. തീ സ്വർഗത്തോളം എത്തി. അത്രയ്ക്കും വാരിയിട്ട് കത്തിക്കുക. ശക്രനോടങ്ങ് അറിയിച്ചാൻ അനാകുലം. ഇന്ദ്രനോട് അറിയിച്ചു. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. മാരുതി വാലിൽ തീ കൊളുത്തി കത്തിച്ചപ്പോൾ എല്ലാം കുറെ നശിച്ചതാണല്ലോ. അവർ വീണ്ടും അതൊക്കെ നന്നാക്കി ലങ്കാപുരി മൊത്തവും വൃത്തിയാക്കി ശോഭനമാക്കി വെച്ചത് വീണ്ടും ഇപ്പം കത്തിയപ്പം പൂതിയായി വന്നു, ചാരമായി. ഇപ്പോഴും രാത്രിയഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു. ആർത്തി മുഴുത്തു തെരുതരെ ശാഖയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തു മൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരിജിത്ത് ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്ന് പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും. രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും. വാനരന്മാർ നിന്നലർന്ന ഘോഷവും. മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും. ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും. ദീനത പൂണ്ട തുരകങ്ങൾ നാദവും. ഇവരെല്ലാം സൗണ്ട് കേൾപ്പിക്കുന്ന എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ എന്തൊരു ബഹളമായിരിക്കും. അത് കരച്ചിലും ബഹളവും. ചെറു ഞാണല് ജാനാദം, ഞാണലുടെ സൗണ്ട്, ആനകൾ വെന്ത് അലർന്ന സൗണ്ട്, തുരകങ്ങളുടെ നാദം. സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു. ചിന്ത മുഴുത്തു ദശാനന വീരനും. ചിന്തിച്ച് ദശാനന അങ്ങനെ ഇവരെങ്ങനെ എല്ലാം ചത്ത് കിടക്കുന്നത് എങ്ങനെ ജീവിച്ചൊക്കെ ചിന്തിക്കുക. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്ന് ചൊല്ലിനാൻ. കുംഭകർണന്റെ മക്കള് കുംഭനും നികുംഭനും രണ്ടുപേരാണ്. അതിൽ നീ മൂത്തവൻ ചെല്ലൂ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്ന് മുതിർന്ന് പുറപ്പെട്ട അവനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അനുജനും പോയി. രണ്ടു മക്കളും. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവ്. ഇമ്പം കലർന്നെടുത്താൻ കപിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിയഞ്ചരന്മാർ തെരുതരെ ചാകയും. കൂർത്ത അസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും. ഏറ്റും പിടിച്ചും ഇടിച്ചും അടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്ന് ചൊല്ലി അടുക്കയും. വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിബുക്കിതേറ്റ രക്ഷോഗണം. ഒരുപാട് രാക്ഷസന്മാർ 4-5 നാഴിക, അത് 2 മണിക്കൂർ, 1 മണിക്കൂർ 2.5 നാഴിക 2 മണിക്കൂർ ഒരേപോലെ ഒന്ന് പൊരുതിയപ്പോൾ ഒരുപാട് രക്ഷോഗണങ്ങളെല്ലാം മരിച്ചു, കാലപുരിക്ക് പോയി. കമ്പനൻ വൻപോടടുത്താൻ അതുനേരം അമ്പുകൊണ്ടേറ്റം അകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാൽ അത് കണ്ടതാ ജംഭാരി നന്ദനപുത്രനും കോപിച്ചു. അങ്കദൻ കോപിച്ച് കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താൽ അതുനേരം അങ്കദൻ കൗണപന്മാർ മൂവരോടും പൊരുത് ക്ഷീണനായി വന്നു ബാലിതനൻ. ഇവർ 3 പേരുടെ പൊരുതിയപ്പോൾ അങ്കദന് ക്ഷീണമായി. മൈന്ദനും ആശു വിവിധനുമായി തത്ര മന്ദേതരം വന്നെടുത്താൽ അതുനേരം കൊന്നാൻ പ്രജംഘനെ താരേനു അധ. പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയും അധ. മൈന്ദനും യൂപാഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരെല്ലാം മാറു ചാടി വീണ് ഉഗ്രതയോട് അവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ച് അതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സമുദ്രത്തിലെടുത്ത് എറിഞ്ഞു, പക്ഷെ അവൻ വീണ്ടും അവിടെ കിടന്ന് കലക്കി മറിച്ചിട്ട് കയറി വന്നു. അപ്പോൾ സുഗ്രീവന് ദേഷ്യമായി. സൂര്യാത്മജൻ അത് കണ്ട് കോപിച്ചു. സുഗ്രീവൻ കണ്ട് കോപിച്ച് സൂര്യാത്മജാലയത്തിന് അയച്ചിടിനാൻ. അത് കാലപുരി. സൂര്യാത്മജ ആലയം എന്ന് വെച്ചാൽ കാലപുരിയാണ്. സൂര്യാത്മജൻ പറഞ്ഞാൽ സുഗ്രീവനുമാണ്. രണ്ടും ഒരുപോലെ തോന്നിക്കും. സൂര്യാത്മജ അർക്കപുത്രൻ സുഗ്രീവൻ. സൂര്യാത്മജ ആലയം എന്ന് പറയുന്നത് അത് വീടാണ്. അർക്ക ആലയം അത് യമലോകത്തന്നെ അത് പറയുന്നത്. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തെടുത്താൻ അതുനേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചെറുത്താൻ. നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ. നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ. അതിക്രുദ്ധനായ ഒരു ജഗൽപ്രാണപുത്രനും ഹനുമാൻ അവനെ എടുത്തെറിഞ്ഞു.
പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താൻ കപിവീരരും ലങ്കയിൽ പുക്ക് അടച്ചാരവരും ചെന്ന് ലങ്കേശനോട് അറിയിച്ചാർ അവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ട്, ഈ വാർത്ത ദന്തം വിവരം ചെന്ന് രാവണനോട് പറഞ്ഞു. കുംഭകർണൻ 9 ദിവസം കിടന്ന് ഉറങ്ങി, വിളിച്ചുണർത്തി, അവൻ മരിച്ചു. അവൻ്റെ മക്കൾ കുംഭ നികുംഭന്മാർ രണ്ടുപേരും മരിച്ചു. ഈ വിവരം വാർത്ത ദന്തം കേട്ട് ജംഭാരി വൈരി ഇന്ദ്രജിത്ത് ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജന മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങി വന്നിടുകന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യ സമേതം പുറപ്പെട്ടു. സന്നാഹമോട് അടുത്തു രണാങ്കണേ പന്നക തുല്യങ്ങളായ ശരങ്ങളെ വന്യ കീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. തീജ്വാലയുടെ രൂപത്തിൽ പന്നക തുല്യങ്ങളായ ശരങ്ങൾ, അത് അപ്പോൾ അഗ്നി കീലാലങ്ങൾ അഗ്നിജ്വാലയായി ചൊരിഞ്ഞു. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന് അഭയം തരികെന്ന് രാമാന്തികെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ല് കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന് ഒപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്ന് തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിരുന്നൊരു ചാപവും തേരും പൊടി പെടുത്താൻ ഏതു രാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതു നേരം. പാലിലാമാറു ചാടി ശൂലവും കൊണ്ട് പാരമടുത്ത മകരാക്ഷനെ തഥാ പാവക അസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു ദേവകൾക്ക് ആപത്തും ഒട്ടു തീർത്തിടിനാൻ. രാവണി താനതറിഞ്ഞു കോപിച്ചു വന്ന് ഏവരെയും പുരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ. അത് കേട്ട് ദേവകുലാന്തനാകിയ രാവണൻ ഈ 7 ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടും കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഉൾപ്പുവിലുണ്ടായ സങ്കടം പോകുവൻ അന്തഃപുരം ബുക്ക് ഇരുന്നരുളിടുക സന്താപമുണ്ടാകരുത് ഇത് കാരണം. ഇതുകൊണ്ട് വിഷമമുണ്ടാണ്ട രാവണൻ അന്തഃപുരത്തിൽ പൊയ്ക്കോളൂ, ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു മേഘനാഥൻ. യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോ ഉദ്യമം കണ്ട സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടും യുദ്ധം ഉണർത്തിച്ചരുളിനാൻ. ഇങ്ങനെ പിതാവിനെ വന്ദിച്ചിട്ട് വൃത്രാരജിത്ത് ഇന്ദ്രജിത്ത് പുറപ്പെട്ട് പോരിനായിട്ട് ചെന്നപ്പോൾ ഈ യുദ്ധോ ഉദ്യമം ഇങ്ങനെ എന്തോ ഒരു പന്തികളുള്ള യുദ്ധമാണ്. അത് കണ്ടപ്പോൾ സൗമിത്രി ലക്ഷ്മണൻ എന്ത് ചെയ്തു, ഭഗവാനോട് കാകുൽസ്ഥന അതായത് ശ്രീരാമൻ അവിടെ ചെന്ന് ഉണർത്തിച്ച് പറഞ്ഞു, നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങൾ എയ്തുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണം? ഇങ്ങനെ ഒളിച്ച് മറഞ്ഞു നിന്ന് നമ്മളെ യുദ്ധത്തിൽ നമ്മളെ നശിപ്പിക്കുന്നു, കുരങ്ങന്മാരെയും നമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ എത്ര നാളിങ്ങനെ സഹിക്കണം? ബ്രഹ്മാസ്ത്രം എയ്തു നിശാചരന്മാർ കുല ഉന്മൂലനാശം വരുത്തുക സത്വരം. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം എയ്തവരെ നശിപ്പിക്കൂ എന്ന് ശ്രീരാമനോട് പറഞ്ഞു ലക്ഷ്മണൻ. അപ്പം ലക്ഷ്മണനോട് ശ്രീരാമൻ എന്താ പറയാ, സൗമിത്രി ചൊന്ന വാക്ക് ഇങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ശ്രീരാമഭവൻ എന്തു പറയുന്നു, ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാഹ മഹാ അസ്ത്രം പ്രയോഗിക്കരുതടോ, പാതകമുണ്ടാം അതില്ലാകിലേവനും. അതായത് ഇങ്ങനെ പേടിച്ചവരും നേരെ നിൽക്കാൻ കെപ്പില്ലെങ്കിൽ മറഞ്ഞു നിൽക്കും. അപ്പോൾ അവരോട് ബ്രഹ്മാസ്ത്രം അയച്ചുകൂടാ, ബ്രഹ്മാസ്ത്രം എഴുതുകൂടാ. ആയോധനത്തെങ്കിൽ യുദ്ധത്തിനെങ്കിൽ ഓടുന്നവരോട് പേടിച്ച് ഓടുന്നവരോടും ആയുധം കയ്യിൽ നിന്ന് പോയവരോടും നേരെ വരാതെ നേർക്ക് നിൽക്കാത്ത ഭയം പൂണ്ടവരോടും ഭയത്താൽ വന്ന് പാതാന്തികെ വന്ന് വീഴുന്നവരോടും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളത് ബ്രഹ്മാസ്ത്രം ചെയ്യരുത്, പ്രയോഗിക്കരുതടോ. ആര് പറയുന്നു? ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നു. പാതകമുണ്ടതിന് പാപമാതങ്ങൾ ചെയ്യുന്നത്, പേടിച്ച് നിൽക്കുന്നതിനെ കൊല്ലാമോ? അഭയം തേടുന്നതിനെ കൊല്ലാമോ? കയ്യിൽ നിന്ന് ആയുധം പോയാൽ അപ്പം കയ്യിൽ ആയുധം തറയിൽ കിടന്ന ഉടനെ അമ്പ് ചെയ്യാവോ? ഇങ്ങനെ ഓരോ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളത് ഇതൊന്നും ചെയ്തുകൂടാ, അത് പാതകമാണ്. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് പാപമാണ്. ഞാൻ ഇവനോട് പോർ ചെയ്യുവൻ എല്ലാവരും ചെയ്യുന്നത് നീ കണ്ടു നിന്നിടുവൻ ഞാനോട് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നേരെ ഒന്ന് കാണൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുകൂടാ എന്ന് അരുൾ ചെയ്തു. വില്ലും കുലച്ച് അന്തികേ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ. അങ്ങനെ
ഭഗവാൻ ഇതിന് സന്നദ്ധനായി നിന്നപ്പോൾ ഇത് രാവണി ഇന്ദ്രജിത്ത് കണ്ടിട്ട് ചിന്തിച്ച് കൽപ്പിച്ച് എന്ത് ചെയ്ത് ലങ്കയിൽ ചെന്ന് മായാസീതയെ തേരിൽ വച്ച്, യഥാർത്ഥ അവിടെ ഇരിക്കുന്ന സീതയല്ല, ഇവർ കാണുമ്പം സീതയാണെന്ന് തോന്നണം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സീത. എന്നിട്ട് തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട് നിശ്ചലനായി നിന്ന നേരം, അപ്പം നിശ്ചലൻ നിന്നപ്പോൾ എന്താ കവികളും തേരിൽ മായാ സീതയെ കണ്ട് ദുഃഖിച്ചു. യോ സീതതോ തേരിലിരിക്കുന്നു, എന്ത് ചെയ്യാനാ ഇങ്ങനെ വരുന്നത് എന്ന് ഭയന്നിരിക്കുക. അപ്പോൾ കവികൾ ഹനുമാനും ഒക്കെ അപ്പോഴെന്തു വന്നു ദുഃഖിച്ച് മാരുതി താനും പരവശനായതും ഹനുമാനും എന്ത് സീതതോ കൊണ്ടുവരുന്നത്, തേരിൽ വെച്ചുകൊണ്ട് വരുന്നെന്ന് തോന്നിക്കുന്ന കണക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇവരെല്ലാം ഭയന്ന് എന്ത് പറ്റി എന്നുള്ള വാനര വീരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദേശ ഒരു ദാക്ഷിണ്യം കൂടാതെ ഒരു ദയ കൂടാതെ ആ തേരിൽ വെച്ച് തന്നെ ദേവിയെ വെട്ടി. അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടനാൾ നിലവിളിയുണ്ട്, ഒറിജിനലാണെന്ന് കരുതും. ചോരയും പാലിൽ പറഞ്ഞത് അത് കണ്ട് മാരുതി ജാനകി എന്ന് തേറിടിനാൻ. അപ്പോൾ ചോരയും ഒലിച്ചവും വിളിയും എല്ലാം കേട്ടപ്പോൾ ഹനുമാൻ സത്യത്തിൽ ഇത് ജാനകിയാണെന്ന് തേറി അങ്ങനെ കാണുന്നത് ജാനകി തന്നെ. ശോഭയില്ലേന്ന് നമുക്കിനി യുദ്ധത്തിന് ആപത്തിതിൽ പരം എന്തുള്ളത് ഈശ്വര, ഇനി എന്തിനാ യുദ്ധം? ദേവിയെ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇനിയിപ്പം യുദ്ധമായിട്ട് എന്താ കാര്യം, ഇനിയിപ്പം വധിച്ചല്ലോ, അങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ്. നാം ഇനി വാങ്ങുക സീതാവധം മമ, സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ. കുരങ്ങന്മാരെ, നമുക്ക് ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയാം, ഈ സീതയെ വധിച്ചു, അത് നമ്മുടെ സ്വാമിയുടെ നിന്ന് പറയാം. ഇനി നമുക്ക് വാങ്ങുക, നമുക്ക് പോകാം. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച തിരിച്ചു കൊണ്ടുപോകാൻ വാങ്ങിച്ചു എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇനി ഇന്നിട്ട് കാര്യമില്ല, നമുക്ക് പോകാം ചെന്ന് പറയാം. അതുകൊണ്ട് ശാഖാമൃഗാധിപന്മാരെ, കുരങ്ങന്മാരിൽ അധിപന്മാരെല്ലാം വിളിച്ച് ശോകാതുരനായ മാരുതനന്ദൻ അത്രമാത്രം ആകുലപ്പെട്ടുകൊണ്ട് പോവുക. സീത വധിച്ചെന്നുള്ള രീതി തന്നെ അവർ ഉറച്ചിരിക്കുകയാണ്. അത് കണ്ട് അവരങ്ങനെ ചെല്ലുന്ന കണ്ടപ്പോൾ രാഘവൻ തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട്, സാകുലം മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതു? മാരുതി എന്താ ഇങ്ങോട്ട് വരുന്നത്? ജാമ്പവാനോട് ഭഗവാൻ ശ്രീരാമൻ കണ്ട് ചോദിക്കുന്നത്. എന്താ അങ്ങനെ സാധാരണ യുദ്ധത്തിൽ നിൽക്കുന്ന ആൾ തിരിച്ചു വരുന്ന സ്വഭാവം ഉള്ളതല്ല ഹനുമാന്. എന്താ ഇങ്ങനെ വരുന്ന കാരണം? പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ല അവൻ യുദ്ധത്തിൽ തിരിഞ്ഞും നിൽക്കുന്നവനല്ല ഹനുമാൻ. നീ കൂടെ അങ്ങ് ചെന്നിടുക സത്യൻ. അവൻ ജാമ്പവാനെ നീയും കൂടെ ഹനുമാൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ലുക. കാരണം ഇനി ഒറ്റയ്ക്ക് ഒരു താങ്ങായിട്ട് എന്തോ എൻ്റെ പേര് ജാമ്പവാനുടെ കൂടെ ചെല്ലു. നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം. ലോകേശ നന്ദന, അത് ജാമ്പവാനെ, ബ്രഹ്മാവിൻ്റെ പുത്ര, അതാണ് ലോകേശ നന്ദന. പാർക്കരുതേ, നീ താമസിക്കരുതേ, കൂടെ ഹനുമാനോട് ചെല്ലു. യുദ്ധം ആകർണ്യ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്ന് ലഘുധനം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നത് ഭവാൻ? അവരുടെ ചെന്ന് ചോദിച്ചു. വിധിസുതനായി ജാമ്പവാനൊക്കെ ചെന്ന് ചോദിച്ചു, എന്താ ഇങ്ങനെ തിരിച്ചു വരുന്നത്? കാരണം എന്താ? ബന്ധം എന്താ? അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക, നമുക്ക് യുദ്ധത്തിന് അങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? ബന്ധം എന്താ? അങ്ങോട്ട് തന്നെ നടക്കുക. നീ ജാമ്പവാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, എന്ത് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. അങ്ങനെ ചോദിച്ചും പറഞ്ഞു, നിന്നു പേടിച്ചു വാങ്ങിടുക ഇല്ല, ഞാനിവിടെ ഭയന്ന് വന്നതല്ല, യുദ്ധത്തിൽ നിന്ന് ഭയന്നിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉണ്ടൊരവസ്ഥ ഉണ്ടായിട്ട് ഇത് ഇപ്പോഴേ ചെന്ന് ജഗൽസ്വാമിയോട് ഉണർത്തിക്കണം. ഒരു അവസ്ഥ അവിടെ കണ്ടു ഉണ്ടായി, അത് ഇപ്പോഴും തന്നെ പെട്ടെന്ന് തന്നെ ശ്രീരാമഭഗവാനോട് ചെന്ന് പറയണം, ഉണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ, നീ അങ്ങോട്ടിനി പോകണ്ട, നീ തിരിച്ചു വാ, സ്വാമിയെ കാണാം. അങ്ങനെ യുദ്ധത്തിന് അങ്ങോട്ട് പോകണ്ട, ഞാൻ വിവരം പറഞ്ഞിട്ട് കാര്യം പറയട്ടെ സ്വാമിയോട്. അതുകൊണ്ട് പോരിക നീ ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നത് കേട്ട് അവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചത് മൈഥിലി തന്നെ സീതയുടെ നാശവൃത്താന്തം എപ്പേരുമേ മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ. മൈഥിലി ജാനകിയുടെ നാശം, മരണം, ആ വൃത്താന്തം പറഞ്ഞു. ഇങ്ങനെ തേരിനകത്ത് വന്നു വെട്ടി ചോര ഒലിക്കുന്നു, വിളിക്കുന്നു, രാമരാമൻ എന്ന് വിളിക്കുന്നു, ഇതൊക്കെ ചെന്ന് പറഞ്ഞു പെട്ടെന്ന് മോഹിച്ച് ഭൂമിയിൽ വീണു രഘുത്തമൻ. ശ്രീരാമൻ പെട്ടെന്നെ ബോധം കെട്ട് വീണു. സൗമിത്രദാനം അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്ത് ചേർത്തിട്ട്, ഭഗവാന്റെ തിരുമുടി എന്താണ്? ശിരസ്, തലയെന്ന് പറയില്ല, ഇതിലൊക്കെ ഇങ്ങനെ എല്ലാ ഭാഷ വേറെയാ. ഭഗവാന്റെ ശിരസ് അടുത്ത് ലക്ഷ്മണൻ്റെ തറയിനടുത്ത് മടിയിൽ വെച്ചിട്ട് മന്നവന്, അതായത് ശ്രീരാമൻ്റെ തൻപദം അഞ്ജനാപുത്രൻ, ഭഗവാന്റെ പദം അഞ്ജനാപുത്രൻ എന്ത് ചെയ്ത് ഉത്സംഗസീമനെ ചേർത്താൻ അത് കണ്ട് നിസ്സജ്ഞരായൊക്കവേ നിന്ന് കവികൾ എല്ലാം നിശ്ചേഷ്ടരായിപ്പോയി. കാര്യം ഇത് സീത മരിച്ചു എന്ന് കേൾക്കുമ്പോൾ, നശിച്ചു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താ വരുന്നേ? അത് അത്രമാത്രം ഒരു വേദന, വിഷം. എല്ലാവരും
ജീവനില്ലാത്തതുപോലെ നിശ്ചേഷ്ടരായി, അനക്കമില്ലാതെ എല്ലാവരും കവികളെല്ലാം അങ്ങനെയായി. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങിയ കുമാരനും. ദുഃഖം കെടുപ്പാൻ, ശ്രീരാമൻ്റെ ദുഃഖം മാറണ്ടേ, ബോധം കിടക്കല്ലേ, അതിന് സമാധാനമായിട്ടുള്ള ചില വാക്കുകളൊക്കെ ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞു. എന്തൊരു ദോഷം ഉണ്ടായത് എന്ന ആത്മനി ചിന്തിച്ച് അവിടേക്ക് വന്നു വിഭീഷണൻ. വിഭീഷണൻ എവിടുന്നോ വന്ന് ഇവിടെ എന്ത് പറ്റി, എല്ലാവരും വല്ലാതെയും നിശ്ചേഷരായി അനക്കമില്ലാതെയൊക്കെ നിൽക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നു, ശ്രീരാമൻ ഇങ്ങനെ വീട് കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ എന്തോ പറ്റുമെന്ന് അറിയാമായി. അതാണ്ട് വിഭീഷണൻ എന്താ ഇവരുടെ അടുക്കലോട്ട് വന്നു. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞു, ലക്ഷ്മണൻ പറഞ്ഞത് മാതൃസ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ, അതായത് ഹനുമാൻ പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ വിഭീഷണനോട് പറഞ്ഞു. ലക്ഷ്മണൻ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ രണ്ട് കൈകൾ, ആ കൈ ഇണ എന്ന് രണ്ടെണ്ണം എന്ന അർത്ഥം, ഒന്നിനോട് ഒന്ന് ചേർന്ന് ഇണ. ഈ രണ്ട് കൈകളും കൊട്ടിച്ചിരിച്ച് എന്നിട്ട് അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ എന്ന്. കാരണം എന്താ, അദ്ദേഹത്തിന് ഇതെല്ലാം കളിപ്പിയിലാണെന്ന്. അതുകൊണ്ട് ഈ കുരങ്ങന്മാർക്ക് എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അയ്യോ ഈ കുരങ്ങന്മാർ എന്തറിഞ്ഞു വിഭോ, ഇത് ആരാ വിഭീഷണൻ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കിൽ ആരും ഉണ്ടായി വരാ. ലോകേശ്വരിയെ കൊന്നവനല്ല പിന്നെ ഉണ്ടാവൂ. പരമാത്മാവിനെയും ആ പിതാവായ ദൈവവും അതാ പരമാത്മാവും ആ ഭാര്യയാകുന്ന പരാശക്തിയും ആർക്കും ബലം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ, ഈ 3 ലോകത്തിൽ വെച്ച് ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും ഉണ്ടായി വരാ. മായാ നിപുണന മേഘനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചെന്തിനെന്ന് ആശു കേള്. ഇത് മായാ നിപുണൻ, മായയ്ക്ക് സാമർഥ്യമുള്ളവനാണ് ഈ മേഘനാഥൻ. അവൻ എന്തിനാ ഇത് അനുഷ്ഠിച്ച ഈ കാര്യം ചെയ്തത് കേൾക്കൂ. മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശു നികുംഭിലയിൽ ചെന്ന് പുക്കുടൻ തങ്ങളുടെ ഹോമം കഴിപ്പതിന് ആയിക്കൊണ്ട് കണ്ടൊരു ഉപായം അത്യത്ഭുതം. ഇത് നികുംഭയിൽ പോയി ഒരു യാഗം ചെയ്യണം, ഹോമം. അതിന് ഈ മർക്കട കുരങ്ങന്മാർ ശല്യം ചെയ്യാൻ ഹോമം നടക്കുകയില്ല. അതിന് മുൻകൂട്ടി സീതയെ ഇങ്ങനെ വധിച്ചു വന്നാൽ പിന്നെ ഇവർ അടങ്ങിയിരിക്കുമല്ലോ. പിന്നെ അതുകൊണ്ട് അവർ മനഃപൂർവ്വം ഇത് കബളിപ്പിച്ചതാണ്. ചെന്നിനി ഹോമം മുടക്കണം, അല്ലെങ്കിൽ എന്നും അവനെ വധിക്കരുതാ ആർക്കുമേ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടങ്ങിയിരിക്കാതെ പെട്ടെന്ന് തന്നെ ഹോമം മുടക്കാൻ ചെല്ലണം. അല്ലെങ്കിൽ ഹോമം അവർ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇന്ദ്രത്തിനെ, ഈ മേഘനാഥനെ കൊല്ലാൻ പറ്റില്ല. ദേവേന്ദ്രനെ പോലും കൊല്ലാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് ഹോമം മുടക്കൂ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്ന് എഴുന്നേൽക്ക ദയാനിധേ. വിഭീഷണൻ പറഞ്ഞു, ജയിച്ചാലും രാഘവസ്വാമിൻ മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം കളഞ്ഞിട്ട് എഴുന്നേക്കൂ ദയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരനുമായിട്ട് പോകണം. ലക്ഷ്മണനും അടിയനും, അതായത് വിഭീഷണനും കവികുല മുഖ്യപ്രവരനുമായിട്ട് പോകാം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ യാത്ര അയക്കണം എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ട് ആലസ്യം തീർന്ന് മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടാൻ. ഭഗവാന്റെ ആലസ്യമൊക്കെ പോയിട്ട് ആജ്ഞ കൊടുത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പോയി. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ഇവർക്കെല്ലാം അനുഗ്രഹം കൊടുത്തിട്ട് അവരെയൊക്കെ വധിച്ചിട്ട് വരാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്നാൻ അതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാധി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ രതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു. വിഭീഷണൻ താനുമായി ചെന്ന് നികുംഭില പുക്കു നിറഞ്ഞിതു. എല്ലാവരോടും ചെന്ന് അവിടെ നിറഞ്ഞു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയ ഞാൻ രാവണി. ഇദ്ദേഹത്തിന് ചുറ്റും രാക്ഷസന്മാർ നിൽക്കുക ഹോമം നടക്കുമ്പോൾ. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു. കവികളും ഏറും കൊണ്ട് വീണ് തുടങ്ങിനാൽ അറ്റമില്ലാതെ ഓരോ രാക്ഷസവീരരും. കവികൾ കല്ലും മലയും എല്ലാം എടുത്തുകൊണ്ടെന്ന് തടിയെല്ലാം കൊണ്ടുവന്ന് എറിഞ്ഞ് ഇവരെ. അങ്ങനെ അറ്റമില്ലാതെ ഒരു രാക്ഷസവീരനും മുറ്റുകയില്ല. ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്ന്
കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കൽപ്പോടെടുത്ത് പോരന് അടുത്തിടിനാൻ. ഇനി പറ്റലരെ ഈ ശത്രുക്കളെ ഒഴിക്കാതെ ഇനി ഇവിടെ ഹോമം നടക്കത്തില്ല. അതുകൊണ്ട് ഇനി യുദ്ധം തന്നെ. അങ്ങനെ രാവണി എന്ത് ചെയ്ത്, ഈ ഇന്ദ്രജിത്ത്, രാവണി എന്ന് പറയുന്നത് രാവണൻ്റെ മകൻ്റെ പേരാണ് ഇന്ദ്രജിത്തിന്. അവൻ്റെ പേര് ഈ മേഘനാഥൻ എന്നും വിളിക്കുന്ന അതാന്ന് തോന്നുന്നു, അയാളെയാ. അപ്പം രാവണി അങ്ങനെ ഇനിയിപ്പോൾ ഈ ഹോമം ഇവിടെ നടക്കത്തില്ല, മുറ്റുകയില്ല, നടക്കത്തില്ല. പറ്റലരെ ചെറ്റകറ്റി നിൽക്കണം, അല്ല നടക്കിയല്ല, ശത്രുക്കളെ കണ്ടാൻ രക്ഷയില്ല. അതുകൊണ്ട് ഇനി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്ത് പോരിന് അടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേർ ആൽത്തറ, അവിടെ തടുത്തു നിർത്തിയിട്ട് വന്നു നികുംഭില ആൽത്തറ, നികുംഭിയിലെ ആൽത്തറയിലേറി നിന്നു ദശാനന പുത്രന് വന്നേരം. അതായത് ഈ ഇന്ദ്രജിത്ത് ആൽത്തറയുടെ മുകളിൽ കയറി നിന്നു. അതാര് കണ്ടു? വിഭീഷണൻ കണ്ടു. വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠ തീർത്ത് പറഞ്ഞു തുടങ്ങിനാൻ. അങ്ങനെ ലക്ഷ്മണനോട് കുണ്ഠ വിഷമം തീർന്നു. കാരണം വെളിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഹോമത്തിൻ്റെ അടുക്ക ഇല്ലെന്ന് മനസ്സിലായി, ഹോമം ചെയ്തുകൊണ്ട് ഇരിക്കുന്നില്ല എന്ന് മനസ്സിലായി. കാരണം വെളിയിൽ നിൽക്കുക കണ്ടത്, ആൽത്തറയുടെ മുകളിൽ നിൽക്കുന്ന കണ്ടത്. അപ്പം വിഭീഷണന് മനസ്സിലായി ഹോമം ഇപ്പം ഇല്ല. അപ്പം വിഷമം തീർന്ന് കുണ്ഠ തീർത്ത് പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില്ല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. വീര, അത് ലക്ഷ്മണ, ഹോമം കഴിഞ്ഞിട്ടില്ല. ഇവനെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഇവൻ വെളിച്ചത്ത് വെളിയിൽ വരത്തില്ല, കണ്ടുകൂടാ ദൃഢം. നമ്മൾ കാണാൻ പറ്റുന്നത് അകത്തായനല്ലോ, അവന് ഹോമമൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാരുതനന്ദനൻ തന്നോട് കോപിച്ച് നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ? ഹനുമാനോട് കോപിച്ചവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ലക്ഷ്മണ? മൃത്യു സമയം അടുത്തത്, ഇവൻ ഇനി യുദ്ധം തുടങ്ങുക വൈകരുത്. ഇവൻ്റെ കാലം അടുത്തു. ഹോമത്തിന് ഇരുന്ന് അത് ചെയ്തെങ്കിൽ ഇപ്പോഴും നടക്കൂലായിരുന്നു. അതുകൊണ്ട് ഇവൻ വെളിയിലുണ്ട്. അതുകൊണ്ട് ഇവനെ നമുക്ക് ഇപ്പം തന്നെ വധിക്കണം. ഇപ്പം അവൻ്റെ സമയം അടുത്തിരിക്കുകയാണ്, ഇവൻ്റെ കാലപുരിക്ക് അയക്കാം. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്ത് ഇന്ദ്രജിത്ത് അത്യർത്ഥ അസ്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ഹനുമാൻ്റെ കഴുത്തിലെടുത്ത് നിർത്തി. യുദ്ധം ചെയ്യുമ്പം പൊക്കം വേണം, മറ്റേയാൾക്ക് രഥത്തിലേക്കാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് ആയിരിക്കാം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു. അപ്പം ഇന്ദ്രജിത്തിൻ്റെ ചിറ്റപ്പനാണ് വിഭീഷണൻ, അത് സഹോദരൻ്റെ അച്ഛൻ്റെ. അപ്പം ലക്ഷ്മണനോട് ചേർന്ന് നിൽക്കുന്ന കണ്ട്. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രൻ എന്താ പറഞ്ഞത്? രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. നീ എൻ്റെ അച്ഛൻ്റെ സഹോദരനല്ലേ, നീ രാക്ഷസ രാജ്യത്തിലല്ലേ പിറന്നത്. പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ഇങ്ങനെ ഈ കുട്ടികളെ, മക്കളെയും മിത്രങ്ങളെയും ഈ വർഗം, ഈ കുലത്തെയെല്ലാം നീ ഒടുക്കാൻ, നശിപ്പിക്കാൻ ശത്രുജനത്തിൻ്റെ ഭൃത്യനായി ഇങ്ങനെ. അത് ശ്രീരാമൻ ശത്രു അല്ലയോ? ശ്രീരാമൻ്റെ പക്ഷം പിടിച്ചിങ്ങനെ നിൽക്കുന്നത്, ഭൃത്യനായി ദാസനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, നിത്യവും വേല ചെയ്യുന്നത് ഓർത്താൽ അവർക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി ഈ കുടുംബം നോക്കാതെ, ഈ മിത്രങ്ങളും അതായത് സഹോദരങ്ങളും മക്കളും എല്ലാം ഈ കുലം, രാവണകുലം, അതിനെ നോക്കാതെ ശത്രുപക്ഷം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നത്, നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിടനാൽ എത്രയും നന്ന് അതേ ചൊല്ലാവൂ, എത്ര നല്ലതെന്നേ പറയാവൂ. ഗോത്ര വിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടേതും ഗതിയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുലനാശം ചെയ്യുന്നവന്, ലങ്കയിലെ അഭ്യുന്നത നന്മ ചെയ്യാതെ ശത്രുക്കൾക്ക് വേണ്ടി പോരാടുക, അവർക്ക് വേണ്ടി ജോലി ചെയ്യുക, താല്പര്യത്തോടെ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഇത് ഓർത്താൽ ഇത് ഗതിയില്ല നിർണയം. ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ടത്രേ. സന്തതി ഇതിൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതെല്ലാം ഈ മക്കൾ മുഖാന്തരമാണ്. അത് ഊർധ്വലോക പ്രാപ്തി അങ്ങനെ ഉണ്ടാകുള്ളൂ. ഇവിടെ കുട്ടികളും സഹോദരങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ശത്രുപക്ഷം നിന്നുകൊണ്ട് ഇത് ചെയ്താൽ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകും? ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ട് അത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. വിദ്വാൻമാർ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ സന്തതികളെ കൊന്നിട്ടാണോ ഇവരെയൊക്കെ നശിപ്പിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കുലനാശം ചെയ്യല്ലേ? അപ്പോൾ ശാസ്ത്രജ്ഞന നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയ വേല ചെയ്യുന്നു അത്ഭുതം. അങ്ങനെ പറഞ്ഞു. ശാസ്ത്രജ്ഞന നിനക്ക് അറിവുണ്ട്, നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയ താല്പര്യത്തോടെ ഇങ്ങനെ വേല ചെയ്യുന്നത് അത്ഭുതമായിരിക്കുന്നു. താല്പര്യത്തോടെ ശ്രീരാമൻ എന്ന് പറയുന്ന ജീവൻ കളഞ്ഞ് കൂടെ നടന്ന് ഇങ്ങനെ ഭൃത്യവേല ചെയ്തുകൊണ്ട് നടക്കും, താല്പര്യം ചെയ്യുന്നതെല്ലാം ഓർത്തിട്ട് അത്ഭുതം തോന്നുന്നു എന്ന് ഈ രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത് വിഭീഷണനോട് പറഞ്ഞു.
എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. അതിന് മറുപടി പറയുവാല് വിഭീഷണൻ എന്താ പറയാ? നന്നു നീയും നിൻ പിതാവും അറിയ, നീ വംശം മുടക്കുന്നതിന് നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. നീയും നിന്റെ പിതാവുമാണ് ഈ കുലം മുടിപ്പിക്കുക. കാരണം സീതയെ കട്ടുന്നത് വിഭീഷണനല്ലല്ലോ, രാവണനല്ലേ. അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ഈ വംശം മുടക്കുന്നത് ഇന്ന് നീ ഏതുമേ, നീയാണ്, അതിനൊരു സംശയമില്ല. അത് നീ മനസ്സിൽ നീ വിചാരിച്ച് നോക്കൂ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്ന് ഞാൻ അംശുമാലി കുല നായക അനുഗ്രഹാൽ, അതായത് സൂര്യവംശ നായകനായ അത് ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ വംശം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകിയ കുമാരനും. ഇങ്ങനെ പറഞ്ഞു നിന്നപ്പോൾ തന്നെ ലക്ഷ്മണൻ ബാണങ്ങൾ എയ്തു. അതെയ്ത് മുറിച്ചു കളഞ്ഞതാ ചൊലനാനാശു സൗമിത്രി തന്നോടവൻ. അപ്പം അങ്ങനെ എഴുതപ്പോൾ സൗമിത്രി ലക്ഷ്മണനോട് ഇവൻ പറഞ്ഞു, ഈ എന്താ പേര് ഇന്ദ്രജിത്ത് പറഞ്ഞു, 2 ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര, വിശേഷിച്ചും അത് 2 ദിവസത്തിന് നീ കണ്ടില്ലേ എൻ്റെ കൈയുടെ പരാക്രമം, നീ കണ്ടില്ലേ കുമാര, വിശേഷിച്ചും കണ്ടുകൊള്ള. അല്ലായെങ്കിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവാൻ, അതല്ല നിനക്ക് അങ്ങനെ കാണുന്നത് നിന്ന് തന്നെ നിൻ്റെ ഉടല്, നിന്റെ ശരീരം ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവാൻ. ഇത്തം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ. ഏറ്റവും സൗമിത്രിയുടെ ഉടൽ ശരീരം കീറി, 7 ബാണങ്ങൾ കൊണ്ട് കീറി. ഏറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ച് ഹനുമാൻ ഒരു 10 ബാണം കൊണ്ട് ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ കഴുത്തിലല്ലേ ഈ ലക്ഷ്മണൻ നിൽക്കുന്നത്. അപ്പം ഹനുമാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തോളെ നിൽക്കുകയല്ലയോ ഈ എന്താ പറയുക ലക്ഷ്മണൻ. ആ 10 ബാണം ഹനുമാനി ചെയ്ത് 7 ബാണം അദ്ദേഹത്തിന് കൊടുത്തു, സൗമിത്രിക്കും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ച സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരി മേനിമേൽ ശരീരത്തിന്മേൽ. ഇന്ദ്രജിത്തിന്റെ ശരീരത്തിൽ ലക്ഷ്മണൻ മഴ പൊഴിയുന്ന കണക്കങ്ങ് തൂകി. വിത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കി ഇട്ടിടിനാൻ. അപ്പം വിത്രാരിജിത്ത് എന്ത് ചെയ്തു? 1000 ശരങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ കവചം, ദേഹത്തിന് കവചം ഇട്ടേക്കും, അതൊക്കെ നുറുക്കി എല്ലാം കീറി മുറിച്ചു. രക്ത അഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്ര തന്നെ 2 പേരുടെ ദേഹം രക്തം കൊണ്ടങ്ങ് കുളിച്ചു. പാരം അടുത്ത 5 ബാണം പ്രയോഗിച്ചു, തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. അടുത്തത് എന്ത് ചെയ്ത്? തേരൊക്കെ പൊടിച്ച് കുതിരകളെ കൊന്ന്. സാരഥി ആരാ? ലക്ഷ്മണൻ. അവർക്കല്ലേ സാരഥിയും കുതിരയൊക്കെ ഉള്ളത്, രാവണന്റെ പക്ഷക്കാർക്ക്. അതുകൊണ്ട് പാരം അടുത്ത 5 ബാണം പ്രയോഗിച്ചു സുമിത്രാതനയൻ. തേരും പൊടിച്ചു കുതിരകളെ കൊന്ന്. സാരഥി തൻ്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ശാപമെടുത്ത് കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്കുതി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ച് ഏറ്റവും അടുത്ത് ബാണങ്ങൾ തൂകിയിടിനാൻ. സത്തരം ലങ്കയിൽ പുക്ക് തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. കാരണം തേരും സാരഥി എല്ലാം ചത്തില്ലേ, കുതിരയൊക്കെ പോയില്ലേ. അയാൾ പിന്നെ തേരൊക്കെ പൂട്ടിച്ചിട്ട് അയാളുടെ ഭവനത്തിലേക്ക് പോയി രാവണപുത്രൻ. ആരും അറിഞ്ഞില്ല പോയതും വന്നതും. ഇതൊന്നും ആരും അറിഞ്ഞില്ല. കാരണം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഓടിഞ്ഞ് വന്നതും പെട്ടെന്നായിരുന്നല്ല. അതുകൊണ്ട് പോയതും വന്നതും ആരും അറിഞ്ഞ തോനെ നേരം നിന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. ആരും അറിഞ്ഞില്ല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചത്. അന്നേരം നാരദൻ എന്ത് പറഞ്ഞു? പ്രശംസ കൊടുത്തു. കാരണം ഈ ഘോരമായി ഉണ്ടായ സങ്കരം കൊണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. എന്താ പറയാ, പണ്ട് ലോകത്തെങ്കിൽ ഇങ്ങനെയുള്ള പോര് ഉണ്ടായതില്ല, ഇനി ഉണ്ടാകുകയുമില്ല. കണ്ടാൽ ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കിൽ മറ്റിവരെ പോലെ. ഇത് മനസ്സിലാക്കാണ് ഞാൻ പറയണ്ടല്ലോ. ഇത് ഇനി മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ട് ഉണ്ടാവത്തില്ല. ഇത്രയും ഇത് 2 കൂട്ടരിലും വീരപുരുഷന്മാരാ. രാവണന്റെ പക്ഷം അത് തന്നെയാ, ഇപ്പുറം അത് തന്നെയാ. ഈ ജഗത്തെങ്കിലും മറ്റിവരെ പോലെ ആരാ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, ഇനിയിട്ടുണ്ടാകത്തുമില്ല. ഇത്തം പലരും പ്രശംസിച്ച് നിൽപ്പത് അതിന് മധ്യേ ദിവസത്രയം കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞ് പ്രശംസിച്ച് നിന്ന് അതിന് മധ്യ എന്ത് വന്നു? ദിവസം 3 ത്രയം 3 ദിവസം കഴിഞ്ഞു.
വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദേവത അസ്ത്രം കുമാരനും ലാഘവൻ ചേർന്ന് കരയണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹവും മാനസേ ചിന്തിച്ച് ഉറപ്പിച്ചയച്ചാൻ. അത് ചെന്ന് പങ്കുതി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു. അവൻ്റെ ഇന്ദ്രിയത്തിൻ്റെ കണ്ഠം ഛേദിച്ചു. സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്നു പുക്കു ശരം. ഭൂമിയിൽ വീണതു രാവണി തന്നെ. ആ ശരം തിരിച്ച് സിന്ധു ജലത്തിൽ പോയി മുഴുകി വിശുദ്ധമായിട്ട് അന്തരാ തൂണിൽ തിരിച്ചു വന്ന് ലക്ഷ്മണന്റെ ശരം തിരിച്ചു വന്നു. പക്ഷേ ഭൂമിയിൽ വീണതു രാവണി തന്നെ ഉടൽ. ആമയം തീർന്നതു ലോകത്രയത്തിനും. 3 ലോകത്തിനും എന്തൊന്ന് ആമയം വിഷമമൊക്കെ തീർന്നു. എന്താ കാരണം? ഈ ഇന്ദ്രിയത്ത് മരിച്ചതുകൊണ്ട്. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാർ. ഉടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങൾ 1000 വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചതേറ്റവും. അപ്പോഴവർക്ക് സന്തോഷമായി ദേവന്മാർക്ക്. താപം അകന്നു പോയിരുന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനും. അന്നേരം ബ്രഹ്മാവും സന്തോഷിച്ചു. ശങ്കാവിഹീനം ഞാണലിട്ടു. ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു. രാഘവ ഊഢമോദം മുകർന്നിടാൻ മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു. ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. ഇത് വലിയ പ്രയാസമുള്ള കാര്യം നീ ചെയ്ത്. ഇന്ദ്രിയത്തിന് ആരാലും പറ്റുന്നതല്ലല്ലോ. നീ ചെയ്ത് പ്രയാസപ്പെട്ട ജോലിയാണ്. ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണ യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാൻ അറിയ നീ. ഇന്ദ്രിയത്ത് പോയപ്പോൾ രാവണൻ്റെ ജീവൻ പോയതുപോലെ, അതുകൊണ്ട് ഇന്ദ്രിയത്ത് മരിച്ചപ്പോൾ രാവണൻ മരിച്ചതുപോലെ തന്നെയാണ്. അത് അറിയ നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ഈ രാവണൻ ഇനി ഇന്ദ്രിയത്ത് പോയ ദുഃഖം കൊണ്ട് ഇനി യുദ്ധത്തിന് വരും. ഇനി രാവണന്റെ വിലാപം. യുദ്ധം അന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന് അതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീരാ മനോഹര, മൽകർമ്മദോഷങ്ങൾ എന്ന് ചൊല്ലാവത് ദുഃഖിതമെന്ന് ഈ ദുഃഖിതം എന്നു മറക്കുന്ന ഉള്ളിൽ ഞാൻ എന്നാ എൻ്റെ ഈ ദുഃഖം ഇനി മറക്കുന്നത്. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടമാറായത്. ഇന്ന് അവർക്കെല്ലാം നന്നായിട്ട് ഉറങ്ങാമല്ലോ. ഉറങ്ങിയിടുമാറായത് വിണ്ണവർക്ക്, അതായത് ദേവന്മാർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ബ്രാഹ്മണന്മാർക്ക് ഭക്തന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടാം. അവർക്കറിയാം രാവണൻ്റെ കുടുംബം അവർക്ക് ദോഷമാണ്, അതുകൊണ്ടാണ് ഈ യുദ്ധം. അതുകൊണ്ട് അവരെല്ലാം ഇന്ന് ഇന്ദ്രിയത്ത് മരിച്ചതുകൊണ്ട് നന്നായി ഉറക്കം വരുമല്ലോ ദശഗ്രീവൻ. പക്ഷെ അയാൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നത് ഈശ്വര. ഇനി അയാൾ ആരും ഭയക്കത്തില്ല. രാവണൻ്റെ ബലം ഇന്ദ്രിയത്തായിരുന്നു. ഇനി അതുകൊണ്ട് എന്നെ എല്ലാവരും പേടിക്കത്തുമില്ല. എൻ്റെ ജന്മം നിഷ്ഫലമായി വന്നല്ലോ ഈശ്വര. പുത്ര ഗുണങ്ങൾ പറഞ്ഞ് നിരൂപിച്ചു അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങി ഞാൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്ത കാര്യം ഇങ്ങനെ സംഭവിക്കും, ഇതൊക്കെ ഇന്ന് മാറ്റി പിടിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പുത്രന്മാരുടെ ഗുണം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണം എന്ന്, അതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ച് ഒഴിഞ്ഞൊന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഇനി ഈ ജാനകി കാരണമാണ് എൻ്റെ മകൻ മരിച്ചത്. അതുകൊണ്ട് ഇനി ജാനകിയെ കൊന്ന് അവിടെ ചോര കുടിച്ച് ഒഴിഞ്ഞ് എന്നുമേ എൻ്റെ ദുഃഖം മാറുകയില്ല. ഖഡ്ഗവും ഓങ്ങി അലറി അറിഞ്ഞ്, അതായത് ഖഡ്ഗമൊക്കെ കൊണ്ട് ഓങ്ങി ചിരിച്ച് അലറി തത്ര നിർഗമിച്ചിടനാൻ ക്രുദ്ധനാൻ രാവണൻ. എവിടോട്ട് പോയി? സീത അടുക്കലേക്ക്. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രയും വേവധുഗാത്രിയായി. സീത നോക്കുന്ന വാളും കൊണ്ട് ചെല്ലുമല്ലയോ. രാവണനെ കണ്ടപ്പോഴേ ഭീതയായിട്ട് ഭയന്നിട്ട് വിറച്ചു. വേവധു ഗാത്രം വിറച്ചു. ഹാ രാമ രാമ രാമേതി ജപത്തോട് ആരാമദേശേ വസിക്കും ദശാന്തരെ. ആരാമത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആരാമദേശേ വസിക്കും ദശാന്തരെ ബുദ്ധിമാനായ സുപാർശൻ നയജ്ഞന അത്യുത്തമൻ കർപ്പുര സത്തമൻ വൃത്തവാൻ. അതായത് സൽവൃത്തനായ കർപ്പുര സത്തമൻ.
അത് സൽവർത്തനാണ്, ബുദ്ധിമാനാണ്. സുഭാർശൻ നയങ്ങൾ നയങ്ങളായിട്ട് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് തിരിപ്പിക്കും. നയജ്ഞനാണ്, അത്യുത്തമനുമാണ്. അത് രാവണൻ ഈ പോകുന്ന പോക്ക് കണ്ട് രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. നല്ല നല്ല നീതികളും പെട്ടെന്ന രീതിയിൽ പോയ കുലിവാളും പിടിച്ച് ചിരിച്ചും അലറിയും തകർത്തുകൊണ്ട് പോയതല്ലയോ ചോര കുടിക്കാൻ. അപ്പോഴേ സൽവൃത്തനായ ഈ കർപ്പൂരസത്തമൻ നല്ല നീതി കാര്യങ്ങളായിട്ടുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് തിരിപ്പിക്കാൻ എന്നിട്ട് പറഞ്ഞെന്താ, ഇയാളെങ്ങ് പൊക്കി പുകഴ്ത്തി പറയുക. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നോ ജഗത്രയ സമ്മതം. ഈ ജഗത്രയത്തിൽ ഈ 3 ലോകത്തിലും എല്ലാവരും സമ്മതമാണ് അങ്ങ് നിർമ്മലനാണെന്ന്. ഈ ബ്രഹ്മകുലത്തിലാണ് ജനിച്ചത്. അത് ബ്രഹ്മാവിൻ്റെ കുലം, അവിടെയാണ് ജനിച്ചതും. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ വർണ്ണിപ്പാൻ ആർക്കും ഗുഹനും അനന്തനും പോലും സാധിക്കത്തില്ല. അനന്തനായ ശേഷൻ, ഗുഹൻ സുബ്രഹ്മണ്യൻ, ഇവർക്ക് പോലും സാധിക്കത്തില്ല താങ്കളുടെ ഗുണങ്ങൾ വർണ്ണിപ്പാൻ. അത്ര നല്ലവനാണ്. ദേവദേവേശ്വരനായ പുര വൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. ദേവദേവേശ്വരനായ പരമശിവൻ്റെ പുരവൈരിയുടെ സേവകന്മാരിൽ വെച്ച് പ്രധാനനാണ് ഈ രാവണൻ. അതുകൊണ്ട് പൗലസ്ത്യനായ കുബേര സഹോദരനും, പൗലസ്ത്യൻ്റെ കുബേരൻ്റെ സഹോദരനുമാണ്. ത്രൈലോക്യ വന്ധ്യനാം പുണ്യജനാധിപൻ, ത്രൈലോക്യങ്ങളും വന്ദിക്കുന്ന രാവണനെ. പിന്നെ പുണ്യജനാധിപനാണ്, രാക്ഷസ രാജാവാണ്, സാമവേദജ്ഞനാണ്, സമസ്ത വിദ്യാലയനാണ്, വാമദേവാധിവാസാത്മജ അജിതേന്ദ്രിയനാണ്. വാമദേവ അധിവാസാത്മജ ആത്മാ അജിതേന്ദ്രിയൻ, വേദവിദ്യാവൃത സ്നാനപരായണൻ, ബോധവാൻ, ഭാർഗവ ശിഷ്യൻ, ശുക്രാചാര്യരുടെ ശിഷ്യനുമാണ്, വിനയവാൻ. ഇതെല്ലാം പുകഴ്ത്തുവാണ്, അയക്കുന്നൊന്നുമില്ല. എന്നിരിക്കെ ഇങ്ങനെയെല്ലാം ഉള്ള താങ്കളല്ലേ രാവണ, എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ നന്ന് എത്രയും ഓർത്ത് കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധനം. ഇത് ദുഷ്കീർത്തി വർദ്ധിക്കത്തേ ഉള്ളു. ഇത്രയെല്ലാം നല്ല കാര്യങ്ങളല്ലേ താങ്കൾക്കുള്ളത്. കീർത്തി നന്മയും ഒക്കെ അല്ലേ. വിനയവാനാണ്, നിർമ്മലനാണ്, പുണ്യവാനാണ്, എല്ലാം കൊണ്ടും എല്ലാവർക്കും പ്രിയമാണ്. ഇങ്ങനെയുള്ള ആള് ഇന്നൊരു സ്ത്രീ വധം, സീതയായാലും ആരാരും സ്ത്രീകളെ വധിച്ചാൽ എന്ത് വരും? കർമ്മത്തിനാശു നീ ഭാവിച്ചത്, ഈ കർമ്മം നീ ചെയ്യാൻ തുടങ്ങിയത് നിന്റെ ദുഷ്കീർത്തി വർധനമാണ്. തവ ദുഷ്കീർത്തിക്ക് വർധനമാണ് അത്. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭു മയാസാർത്ഥം വിരവോട് പോരിനായി. അതുകൊണ്ട് നീ തിരിച്ചു വരൂ. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭു മയാസാർത്ഥം വിരവോട് പോരുക. പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേനെ പോർ ചെയ്ത് കൊന്നുകളഞ്ഞ് നീ ജാനകിദേവിയെ പ്രാപിച്ചു കൊള്ളുക. മനസ്താപവും ദൂരെ നീക്കിടുക. മാനസതാപമൊക്കെ അങ്ങ് പോക്കൂ. അതുകൊണ്ട് ജാനകിയെ നീ അങ്ങ് എടുത്തോളൂ. അത്രയും പറയാൻ ആ വെട്ടിന്നങ്ങ് മാറ്റാൻ. അതാ നീതി നയതന്ത്രം പറയുന്നത്. അങ്ങനെയുള്ള സൽവൃത്തവാനായതുകൊണ്ട് രക്ഷ പിടിച്ചു. അല്ലെങ്കിൽ വെട്ടാൻ പോയ ആളാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എന്നിട്ട് ഈ പോര് വേണമെങ്കിൽ ഇതാ വന്ന് അവർ മാനവന്മാരെയും വാനരന്മാരെയും അത് കുരങ്ങനെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ മാനേനെ പോർ ചെയ്ത് കൊന്നു കളഞ്ഞിട്ട് നീ ജാനകിദേവിയെ പ്രാപിച്ചു കൊള്ളുക. സ്വീകരിക്കൂ, ഭാര്യയാക്കൂ. മാനസ താപമൊക്കെ ദൂരെ നീക്കിടൂ. നീതിമാനായ സുപാർശൻ പറഞ്ഞത് യാതുധനാധിപൻ കേട്ട് സന്തുഷ്ടനായി. കേട്ടപ്പോൾ തന്നെ അയാളെ കുറെ പൊക്കി 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 പറയുകയും ചെയ്ത് ഈ യുദ്ധം ചെയ്ത് അവരെയൊക്കെ കൊന്നിട്ട് ദേവി എടുത്തോളാനും പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയ മന്ത്രികളോട് നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടത് പോരിനായി. വീണ്ടും അവരെ കൊല്ലാനുള്ള ഇയാൾ പറഞ്ഞ എനിക്ക് ചെല്ലാൻ പോവുക. ചെന്ന് രക്ഷോബലം രാമനോടേറ്റ് അളവൊന്നൊഴിയാതെ കൊടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്ന് പോർ ചെയ്താൻ അഭേദമായി നിർഭയം. ഒരു ഭയം കൂടാതെ രാവണൻ ചെന്ന് പോര് ചെയ്ത്. പിന്നെ രഘുത്തവൻ ബാണങ്ങൾ എയ്തത് ഭിന്നമാക്കിടിനാൻ രാവണദേഹവും. പാര മുറിഞ്ഞ് തളർന്ന് വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്ത് അതിഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. അയാൾ ശ്രീരാമ ഭഗവാൻ ബാണങ്ങളൊക്കെ എഴുതപ്പോൾ ഭിന്നമാക്കി അതിൻ്റെ ദേഹമൊക്കെ, രാവണദേഹമൊക്കെ ചിന്നയാക്കി. പാര മുറിഞ്ഞ് തളർന്ന് വശം കെട്ട് ധീരതയൊക്കെ പോയിട്ട് വാങ്ങി തിരിച്ചു പോയി, ദശാനൻ്റെ ഭവനത്തിലേക്ക് പോയി. പോരുമിനി മമ പോരുമെന്നോർത്ത് അതിഭീരുവായി ലങ്കാപുരം പുക്കനന്തരം.
മതിയാക്കി പോയി. പോരുമിനി. ആ ഇനി രാവണൻ്റെ ഹോമം വെക്കണം. ഇനി അയാൾ ഹോമം നടത്താൻ പോയ ശക്തി പ്രാപിപ്പാൻ. എത്ര പേപ്പർ ഉണ്ടെന്ന് നോക്കട്ടെ. 3 പത്രമാണ്. 3 3.5. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും. ശുക്രാചാര്യരാണ് അയാളുടെ ഗുരു. ശുഷ്കവദനായി തിന്നു ചൊല്ലിയിടിനാൻ. ഉണങ്ങിയ വായൊക്കെ വരണ്ട്, ശുഷ്കം ഉണങ്ങി, അത്രയ്ക്കും വിഷമം, എല്ലാം കീറി മുറിഞ്ഞില്ലേ ദേഹമൊക്കെ. അപ്പോൾ ശുക്രനെ ചെന്ന് നമസ്കരിച്ച്, ഗുരുവാണ് ശുക്രാചാര്യ, ചെന്ന് നമസ്കരിച്ചിട്ട് ശുഷ്കവദനായി നിന്ന് ചൊല്ലിയിടിനാൻ. വായുമുഖമൊക്കെ വരണ്ടിട്ടാണ്. അർക്കാത്മജാതിയ മർക്കട വീരരും അർക്കാന്നയോ ഉത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരധിയും കടന്നിക്കര വന്ന് ലങ്കാപുരം പ്രാപിച്ചു. ശക്രാര്യമുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാഗിയായതു. എല്ലാവരും പോയി ഒറ്റയ്ക്കായി. ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായതു. സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും പോയി. സൽഗുരു ഞാൻ തവ അങ്ങയുടെ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. എങ്കിൽ നീ ദേവതമാരെയൊക്കെ പ്രസാദിപ്പിക്കണം. ശീഘ്രം ഒരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലത്ത് പെട്ടെന്ന് ശീഘ്രം ഒരു ഗുഹ തീർക്കണം. ശത്രുക്കൾ തോൽക്കണം. അതിന് ശത്രുക്കൾ തോൽക്കും പ്രകാരം അത് രഹസ്യ സ്ഥലം വേണം. ആരും കാണാത്തൊരു സ്ഥലത്തെ ഒക്കൂ, ആരും കാണാൻ പാടില്ല. ചെന്നിരുന്ന നീ ഹോമം തുടങ്ങുക. അങ്ങനെയുള്ള സ്ഥലം നോക്കി പിടിച്ച് നീ ഹോമം തുടങ്ങണം. വന്നുകൂടും ജയമെന്നാൽ നിനക്കിവിടെ അങ്ങനെ ചെയ്യാമെങ്കിൽ നിനക്ക് ജയം കിട്ടും. വിഘ്നം വരാതെ വേണം ചെയ്യാം. വിഘ്നം വന്നാൽ കിട്ടില്ല. ആ ഹോമം തീരോളം ആരും അതിനകത്ത് കണ്ടുപിടിക്കാനോ അതിനെ തടസ്സം ചെയ്യാനോ പാടില്ല. അതുകൊണ്ട് ആരും കാണാത്ത ഇടം ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്ന ആകിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് എന്ത് വരും? പുറപ്പെടും. എന്താണ്? ബാണ, തൂണിര, ശാപ, അശ്വരഥാദികൾ. വാനവരാലും അജയനാം. പിന്നെ നീ വാനവരാലും എന്താണ്? വാനരരല്ല, വാനവര്, ദേവലോകത്തുള്ളവർ. വാനരന്മാർ കുരങ്ങന്മാരല്ല, വാനവർ, അതായത് ദേവേന്ദ്ര ലോകത്ത്, അത് സ്വർഗലോകത്തുള്ളവരും. അവരെക്കാളും നീ ജയിക്കും. അജയനാം, നീ അവരെ കൂടെ തോൽപ്പിക്കും, എന്നിട്ട് നീ ജയിക്കും. ഇങ്ങനെ വിഘ്നം വരാതെ ഈ ഹോമം നടത്തിയാൽ അപ്പം നിനക്ക് ആ ഹോമ കുണ്ടത്തിൽ നിന്ന് കിട്ടും. എന്താ? ബാണ, തൂണീര, ചാപ, അശ്വ, കുതിര, രഥം, ഇതെല്ലാം നിനക്ക് അവിടെ അതിൽ നിന്ന് ഉണ്ടാകും. മന്ത്രം ഗ്രഹിച്ചു കൊള്ളുക എന്നോട് സാദരം അന്തരമെന്നേ ഹോമം കഴിക്കുക. നീ എന്നോട് ചോദിക്കൂ മന്ത്രം, ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടത് മന്ത്രം, ഹോമത്തിന് മന്ത്രം, അത് ഞാൻ പറഞ്ഞുതരാം. അത് നീ ഗ്രഹിച്ചു കൊള്ളുക. അന്തരമെന്നേ ഹോമം കഴിക്കുക. നീ പെട്ടെന്ന് തന്നെ ഹോമം കഴിക്കണം. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നക ലോക സമാനമായ തീർത്തിയതു തന്നുടെ മന്ദിരം തന്നെ ഗുഹാതലം. പാതാളച്ച താഴേക്ക് കുഴിക്കണം. അവൻ്റെ മന്ദിരത്തിനകത്ത്, വെളിയിലൊക്കെ പോയാലും കാണൂലേ, അതുകൊണ്ട് മുറിക്കകത്ത് ഒരു ഗുഹ ഉണ്ടാക്കണം. താഴേക്കൊരു ഗുഹ ഉണ്ടാക്കണം, പാതാളം പോലെ. എന്നിട്ട് അതാണ് പന്നക ലോകം, പാതാളം. അതിന് അതുപോലെ തീർക്കണം. തങ്ങളുടെ മന്ദിരം തന്നെ ആയിരിക്കണം, ആ വീടിനകത്തായിരിക്കണം ഗുഹാതലം. ദിവ്യമാ ഗവ്യ ഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ത സമ്പാദിച്ചു കൊണ്ടവൻ. ഇതിന് ഹോമങ്ങളുടെ ദ്രവ്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ച് അതിൽ ശങ്കാവിഹീനം അകംപൊക്ക് ശുദ്ധനായി. ലങ്കാപുരദ്വാരം ആരും കടക്കരുത്, എല്ലാ ദ്വാരങ്ങളും വാതിലുകളെല്ലാം അടച്ചു പൂട്ടണം. എന്നിട്ട് എന്താണ്? പുരദ്വാരം ഒക്കെ ബന്ധിച്ചിട്ട് ശങ്കാവിഹീനം അകംപൊക്ക് ശുദ്ധനാകി ധ്യാനം ഉറപ്പിച്ച് തൽഫലം പ്രാർത്ഥിക്കണം. ധ്യാനത്തിൽ തന്നെ ഇരിക്കണം, കണ്ണടച്ച് ധ്യാനിച്ച് ഈ ഹോമം തീരുള്ള അങ്ങനെ ഇരിക്കണം. ധ്യാനം ഉറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ച് മൗനവും ദീക്ഷിച്ച് ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗ. അപ്പം അങ്ങനെ അയാൾ അതുപോലെ ചെയ്യുവാണ്. ശുക്രാചാര്യ പറഞ്ഞതുപോലെ മുറിക്കകത്ത് പാതാളം ഉണ്ടാക്കി അകത്ത് ഗുഹയാക്കി അതിലെ ഗുഹ ദ്വാരക്ക പാറച്ചൊക്കെ അടച്ച് അതിനകത്ത് തുടങ്ങുവാണ്. പക്ഷേ എന്ത് ചെയ്യാം? ധ്യാനമൊക്കെ ഉറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ച് എന്താ ഫലം? ശ്രീരാമനെ വധിക്കണം, അതല്ല ആഗ്രഹം. അതൊക്കെ പ്രാർത്ഥിച്ച് മൗനവും ഒക്കെ മിണ്ടാതെ ദീക്ഷിച്ച് ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണസോദരൻ. ആരാ? രാവണസോദരൻ വിഭീഷണൻ. എന്ത് കണ്ടു? പുക. ഈ ഹോമത്തിന് പുകയുണ്ട്, അത് മുറിക്കകത്തുനിന്ന് എവിടെയെങ്കിലും പൊത്തിയാടി മേലോട്ട് പോകത്തില്ലേ? അതിൻ്റെ രഹസ്യം ഇത് വിഭീഷണൻ ആ കുടുംബത്തിലുള്ള അയാൾക്കറിയാം, എപ്പോഴും ഹോമം നടക്കുകയല്ലേ. അതുകൊണ്ട് ആകാശത്തോളം വ്യോമമാർഗത്തോളം ഉദ്ധിതമായ മുകളിലോട്ട് പൊങ്ങി ഹോമധൂപം, ഹോമത്തിൻ്റെ പുക
കണ്ട് രാവണ സോദരൻ വിഭീഷണൻ കണ്ടു. രാമചന്ദ്രനെ കാട്ടിക്കൊടുത്തത് ഞാൻ. അത് അങ്ങനെ അതിനാണല്ലോ ഭഗവാനൊക്കെ ഭക്തനായണ്ട് ഇതൊക്കെ ഇവിടെ ആവശ്യം. ഈ കുരങ്ങന്മാരൊക്കെ ആരാണ്? സ്വർഗത്തുനിന്ന് അതിനായിട്ട് ഭഗവാന്റെ അനുചാരികളായിട്ട് അവരവിടെ ജനിച്ചതാണ് ഭഗവാന്. കാരണം ഇത് കുരങ്ങന്മാരെല്ലാം ആരെക്കൊണ്ടെങ്കിലും നടക്കുമോ? ഈ മതിൽ ചാടിക്കിടക്കാനും എവിടെ ചാടി തകർക്കാനും ആരുടെ തോളെ കയറാനൊക്കെ കുരങ്ങന്മാർക്കെല്ലാം ചാടിക്കയറാൻ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ ഈ വനത്തിലെ കാര്യങ്ങൾക്ക് അതേ പറ്റൂ. അതുകൊണ്ടാണ് അതേപോലെയാണ് എല്ലാ കാര്യവും അങ്ങനെയാണ് നേരത്തെ കൂട്ടി തീരുമാനിച്ച് അവരെ കൊണ്ട് നിർത്തിയേക്കുന്നത്. കൃഷ്ണനും ഗോപസ്ത്രീകളും അങ്ങനെയാ ഭഗവാനെ പൊക്കിക്കൊണ്ട് നടക്കാനായിരുന്നു. അതുകൊണ്ട് വ്യോമമാർഗത്തോളം ആകാശത്തോളം ഉദ്ധിതമായൊരു മുകളിലോട്ട് പൊങ്ങിയ ഹോമധൂപം കണ്ട് രാവണ സോദരൻ രാമചന്ദ്രനെ കാട്ടിക്കൊടുത്തിട്ട് കാണിച്ചു കൊടുത്ത് ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞ് കൂടിയിടുകിൽ എന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഈ മഹായുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകും ഈ ഹോമം തീർന്നാൽ കഴിഞ്ഞുകൂടിയാൽ. അതുകൊണ്ട് മന്നവ ശ്രീരാമ എന്ത് വേണം അതിന്? ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദം ആശ കവികുല വീരനെ. അവിടെ എവിടെയും ചെന്ന് ചാടിപ്പറഞ്ഞ് കയറണമെങ്കിൽ ഈ കുരങ്ങന്മാരെ കൊണ്ട് കണ്ട് എത്രയും പെട്ടെന്ന് ഹോമം തുടങ്ങി പുക കണ്ടു മണ്ടയിലോട്ട് കയറി പോകുന്നു. പക്ഷേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുരങ്ങന്മാരെ വിട്ട് ഇത് മുടക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും അവന് ജയിക്കാൻ പറ്റില്ല. നാം അവനോട് തോറ്റുപോകും. മഹായുദ്ധത്തിൽ തോറ്റുപോകും. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദം ആശ കവികുല വീരരെ. വീരരായിരിക്കുന്ന കവികളെ അങ്ങോട്ട് അയക്കൂ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്ര അങ്കദാദികളൊക്കവേ. കുറെ കുരങ്ങന്മാരും അങ്കദനും ഹനുമാനും 100 കോടി പടയോടും മഹാമതിൽ ഏറിക്കടന്ന് അവരെ കൊണ്ടൊക്കെ ഇത്രയും വലിയ, കാരണം എന്താ പറയുക, രാജധാനിയല്ലേ, ഭയങ്കര മതിലിൻ്റെ പൊക്കൊക്കെ ആയിരിക്കും. അത് മഹാമതിൽ ഏറിക്കടന്നു രാവണ മന്ദിരം പൊക്ക് പുരപാലകന്മാരെയും കൊന്ന്. അവിടെ കാവലിരിക്കുന്ന പുരപാലകന്മാരുണ്ട്, രക്ഷിക്കുന്നവർ. ഈ എല്ലായിടവും ചുറ്റും നിൽക്കുമല്ലോ, രാജാവിൻ്റെ ഇതല്ലേ. ആ പുരപാലകന്മാരൊക്കെ ആദ്യമേ കൊന്ന് മർക്കട വീരർ ഒരുമിച്ച് അനാകുലം വാരണവാദി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞ് തത്ര ദശാസ്യം ഹോമസ്ഥലം. അവിടെ നിന്ന് ആനകളെയും കുതിരകളെയും രഥങ്ങളൊക്കെ പൊടിച്ച് കളഞ്ഞ്, എന്നിട്ട് ആരാഞ്ഞ് തത്രത്തെ പൊടിച്ച് ആരാഞ്ഞ് എവിടെയാണെന്ന് അറിയാനിങ്ങനെ തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ ആര് കാണിച്ചു കൊടുത്തു? സരമ നിജ കരസഞ്ജയ, കരം കൊണ്ട് കൈകൊണ്ട് അവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നത്. പറഞ്ഞാൽ അവർ കേൾക്കുകയല്ലേ. അവിടെ സരമ ആരാ? വിഭീഷണൻ്റെ ഭാര്യ അവിടെ ഉണ്ട്. വിഭീഷണനെ ഭഗവാൻ വന്നുള്ളു, ഭാര്യ അവിടെ സരമ അവിടെ ഉണ്ട്. അവർ നല്ല സ്ത്രീയാണ്. അവരാണ് രാവണൻ ഏതാണ്ടൊക്കെ മായ കാട്ടിക്കൊടുത്തത്. ഇത് വെറുതെയാണ്, കള്ളമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും സീതയെ സഹായിക്കുന്നത് സ്നേഹിക്കുന്നതൊക്കെ അവരാണ്. ആ ഒരു ബലമാണ് അവർക്കുള്ളത്. നല്ല സ്ത്രീകളുണ്ട് അവിടെ. അപ്പം വ്യാജാൽ സരമ നിജ കരസഞ്ജ, കരം കൊണ്ട് സജ്ഞയാ സൂചിച്ചത് എന്ന് വെച്ചാൽ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ച് ദശഗ്രീവ ഹോമസ്ഥലം, ദശഗ്രീവൻ്റെ ഈ രാവണൻ്റെ ഹോമമുള്ള സ്ഥലം കൈകൊണ്ട് അവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു പറയാതെ. ഹോമഗുഹ ദ്വാര ബന്ധന പാഷാണ ആമയഹീനം, അതായത് ഗുഹയാണ്. ആ താഴേക്ക് കുഴിച്ചു കൊണ്ടുള്ള ഒരു ഗുഹ ദ്വാരം എന്ത് ചെയ്ത് ബന്ധനം, എന്തുകൊണ്ട് പാഷാണം, വലിയ പാറ കൊണ്ട് അടച്ചേക്കുക ആ ദ്വാരം. അത് ആമയഹീനം പൊടിപ്പെടുത്ത അങ്കദൻ ചെന്ന് ഈ പാറ എടുത്ത് അടിച്ചു പിടിച്ചും കളഞ്ഞു. എന്നിട്ടോ തത്ര ഗുഹയിൽ അകംപൊക്ക നേരത്ത് അങ്ങനെ അകത്തങ്ങ് കയറി അങ്കദൻ. തത്ര ഗുഹയിൽ അകംപൊക്ക നേരത്ത് നക്തൻ സുരേന്ദ്രനെ കാണാൻ ഇത് അന്തികേ. അപ്പം ഇവരെ കണ്ടു, രാവണനെ കണ്ടു. മറ്റുള്ളവர்களுം അങ്കദാനുജ്ഞയ തെറ്റെന്ന് ചെന്ന് ഗുഹയിൽ ഇറങ്ങിനാർ. അങ്കദൻ്റെ വാക്ക് കേട്ട് അവൻ്റെ കൂടെ പോയവരൊക്കെ പെട്ടെന്ന് തന്നെ ആ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി. അവിടെ ആരാ ഉള്ളത്? രാവണൻ ധ്യാനിച്ചിരിക്കുക. കണ്ണുമടച്ചങ്ങ് ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ. കണ്ണുമടച്ച് ധ്യാനിച്ചിരിക്കുക, വലിയ ഭക്തനായിട്ടിരിക്കുക. കാരണം കാര്യം സാധിക്കണ്ടേ, ശ്രീരാമനെയൊക്കെ കൊല്ലണ്ടേ. അങ്ങനെ മുടങ്ങിയാൽ പറ്റത്തില്ല, മുടങ്ങരുത്, ആരും കാണരുത്, എന്നാലും നടക്കൂ. അതുകൊണ്ട് പുണ്യജനാധിപനെ കണ്ടു വാനരർ, കുരങ്ങന്മാർ കണ്ടു. താടിച്ച് ഭൃത്യജനങ്ങളെ, അവിടെ നിന്ന ഭൃത്യന്മാരുടെ കൂടെ കാവൽ നിൽക്കുന്നുണ്ട്, അവരെയൊക്കെ അവരെയൊക്കെ അടിച്ച് ഭൃത്യജനങ്ങളെ പീഡിച്ച് കൊള്ളുകയും സംഭാര സഞ്ചയം, അതായത് സംഭാര സഞ്ചയം കൂട്ടം. എന്താ സംഭാരം? ഹോമദ്രവ്യങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഹോമങ്ങൾ. ഈ അഗ്നിയിലിട്ട്
ഇങ്ങനെ ജപിച്ചിടാനായിട്ട് നെയ്യും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ദർപ്പ ഇങ്ങനെയൊക്കെ ഒരുപാട് എനിക്കത് പറയാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അച്ഛൻ അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സംഭാര സഞ്ചയ ഹോമദ്രവ്യങ്ങൾ എന്ത് ചെയ്ത് കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ച് ഈ കുരങ്ങന്മാരെന്ത് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഈ അഗ്നികുണ്ടത്തിലെല്ലാം ഇട്ട് ഓരോ മന്ത്രം ചെല്ലുമ്പോഴാണ് ഓരോന്ന് ഇടേണ്ടുന്നത്. അതിനുള്ള സമയമുണ്ട്. അത് ഹോമം മുടക്കുമല്ലേ, അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് മൊത്തം കൂടെ വാരി ഹോമകുണ്ടെല്ലാം ഇട്ട് കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ച് ഒറ്റ പ്രാവശ്യം മൊത്തം ഇട്ട് ഖണ്ഡിച്ചതു ലഘുമേഖലാജാലവും പൂണുനൂലുണ്ട്, ആ പൂണുനൂലും ഖണ്ഡിച്ച് രാവണൻ കയ്യിലിരുന്ന മഹൽ സ്രുവം, അതെനിക്ക് തവിയാന്ന് ഈ നെയ്യൊക്കെ കോരി ഇങ്ങനെ ഒഴിക്കുമല്ല ഹോമം ചെയ്യുമ്പം മന്ത്രം ചൊല്ലി ഇങ്ങനെ അഗ്നിയിലോട്ട് ഇങ്ങനെ ഒഴിക്കുന്ന ഒരു തവി പോലെ സാധനമാണ്. അത് രാവണൻ കയ്യിൽ നിന്ന് മഹൽ സ്രുവം പാവന ശീഘ്രം പിടിച്ചു പറിച്ചു. പാവനൻ ആരാണ്? കുരങ്ങൻ അല്ല, കുരങ്ങനാ ഹനുമാൻ. പവന ശീഘ്രൻ പവനി, അതായത് ഹനുമാൻ ശീഘ്രം പെട്ടെന്ന് പിടിച്ചു പറിച്ച് അയാളുടെ ഇരുന്ന് ഈ സ്രുവം താടനം ചെയ്താൻ അതുകൊണ്ട് അതുകൊണ്ട് അടിക്കുക വെച്ചാൽ ബലപ്പെട്ട് അടിക്കുകയല്ല, അയാളെ ഇക്കിളിയാക്കുന്നക്ക് അയാൾ ആ ധ്യാനത്തിൽ നിന്ന് ഉണരാൻ വേണ്ടി. അല്ല അടിക്കുക മുറിവേൽപ്പിക്കുകയല്ല, അത് ചെയ്തുകൂടല്ലോ, യുദ്ധമല്ലല്ലോ അവിടെ. അയാൾക്ക് അതിൽ നിന്ന് മുടക്കണം. അയാൾ കണ്ണടച്ച് ഇരുന്നാൽ അങ്ങനെ ഇരുന്ന് പോകത്തില്ലയോ. ആ ധ്യാനത്തിൽ നിന്ന് മുടക്കണമെങ്കിൽ കണ്ണ് തുറക്കണമെങ്കിൽ അയാളെ കീറിയ മാന്തിയൊക്കെ ചെയ്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. താടനം ചെയ്താൽ അതുകൊണ്ട് സത്വരം ക്രീഡയാ കളി. ക്രീഡ എന്താ? അത് തമാശ. എന്തിനാണ്? അയാൾ ധ്യാനത്തിൽ നിന്ന് ഉണരാൻ. ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാൻ ഏറ്റവും. ഈ ഹനുമാൻ്റെ ഈ എന്താ പറയുക, വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ, കുരങ്ങൻ്റെ പല്ല് കൊണ്ടും നഖങ്ങൾ, നല്ല വലിയ മൂസല നഖങ്ങളാണ് കുരങ്ങന്മാർക്ക്, നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം, ഈ രാവണൻ്റെ ദേഹം കീറിനാൻ ഏറ്റവും. എന്തിനാ? വലിച്ചും പറിച്ചും കീറിയൊക്കെ ഇരിക്കുമ്പോൾ അയാൾ കണ്ണ് തുറക്കാൻ വേണ്ടി. ധ്യാനത്തിന് ഏതും ഇളക്കമുണ്ടായില്ല, അത്ര ചേട്ടൊന്നും ഇളവുന്നില്ല. അയാൾ ഉറച്ചിരിക്കുക. കാരണം ജയിക്കണ്ടേ, അയാൾക്ക് രാജ്യവും ഭരിക്കണം, ശ്രീരാമനൊക്കെ കൊന്ന് സീത എടുക്കുകയും വേണം. അതിന് ധ്യാനത്തിന് ഏതും ഇളക്കമുണ്ടായില്ല. ഇത്രയ്ക്ക് എന്തെല്ലാം ചേട്ട് കീറി പറിച്ചൊക്കെ ചേട്ടൊന്നും അയാൾ ഉണർന്നില്ല. മാനസേ രാവണൻ ജയകാംക്ഷയ, ജയം നോക്കിയിരിക്കുക. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചതിന് ശേഷം, കാരണം അയാൾ എന്തൊക്കെ ചേട്ടൻ അയാൾ കണ്ണു തുറക്കിയല്ല, അപ്പോൾ അയാളുടെ ഭാര്യയെ ചെന്ന് പിടിച്ചു വലിച്ചു ഈ കുരങ്ങന്മാർ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനം എല്ലാം നുറുക്കിയിട്ടിടിനാൻ. എന്താണ് മണ്ഡനം? അലങ്കാരങ്ങൾ, തലയിൽ കൂടെ കിട്ടുന്ന മുണ്ടുകളും അലങ്കാരങ്ങളും ഒക്കെ നുറുക്കിയിട്ട് വലിച്ച് പറിച്ചെടുത്ത് വിസ്ത്രസ്തനീ വിയ കഞ്ചുകഹീനയായി, അതായത് മടിക്കുത്തൊക്കെ അഴിഞ്ഞ് മേൽവസ്ത്രമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്ന അവരുടെ വിളി കേട്ടോണം നീ ഇങ്ങനെ ഉണർന്നു വരാൻ. അവരെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണ്, മനഃപൂർവ്വം ചെയ്യുകയാണ്. അല്ലാതെ അയാൾ എന്തൊക്കെ ചെയ്യണം അയാൾ ഉണരത്തില്ല, കണ്ണു തുറക്കുകയല്ല, ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത വാക്കാ. വിസ്ത്രസ്തനീ വിയ കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങി. അപ്പോൾ അവർ ഈ മേൽവസ്ത്രമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട അവർ മടിക്കുത്തൊക്കെ അഴിഞ്ഞു പോയപ്പോൾ അവർ ഭയന്നിട്ട് കരഞ്ഞു തുടങ്ങി, വിലാപം ചെയ്തു. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തു ദൈവമേ. അവർ പറഞ്ഞ് കരയുമോ, ഈ കുരങ്ങന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തത് ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. ഇനിയിപ്പം തിരിയുന്നില്ല നാക്ക്. നിനക്ക് നാണമില്ലേ രാക്ഷസേശ്വര, ഈ കുരങ്ങന്മാരെ കൊണ്ട് എന്നെ ഇതുപോലൊക്കെ ചെയ്യിപ്പിക്കാൻ? മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ട് ആശു കവിവരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ട് തലമുടിയൊക്കെ പിടിച്ച് വലിച്ച് കറക്കി എന്തൊക്കെയാ ചെയ്യുക. ആ സ്ത്രീയെ അങ്ങനെ ചെയ്താലെങ്കിലും ആ ദുഷ്ടതനാണെന്ന് കണ്ടെങ്കിലും അവൻ കണ്ണു തുറന്ന് ഈ കുരങ്ങന്മാരുടെ നേരെ വരണം. അതിനുവേണ്ടി ഇവർ എല്ലാ വേലയും നോക്കുന്നുണ്ട്. പാരിലിഴയ്ക്കുന്ന അവരെ ചുറ്റിപ്പിടിച്ച് തലമുടി ചുറ്റിപ്പിടിച്ച് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ പരിഭം ഓർക്കിൽ ജളമതേ. അയാളെ വിളിക്കുക ജളമതേ. എന്തിനായിക്കൊണ്ട് നിർധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്ന് ദുർമതേ. ജീവിതാശാദേ ബലീയസി മാനസേ. ഹാ വിധി വൈഹം എത്ര അത്ഭുതം. ഇതൊരു വല്ലാത്ത വിധി ആയിപ്പോയി, അത്ഭുതമായിരിക്കുന്നു. കാരണം ഒരു ഭാര്യയെ ഇത്രയെല്ലാം ചെയ്തിട്ടൊന്നും ഇയാൾക്ക് ഒരു ഇളക്കവും ഇല്ല. ഇയാൾക്ക് എന്തൊരു ഹോമം, എന്തുവാ ഈ കാണിക്കുന്നേ? ദുർമതേ മൂഢ ജളമതേ. ഹാ വിധി വൈഭവം എത്ര അത്ഭുതം. ഇതെൻ്റെ വിധി. അർത്ഥം പുരുഷൻ്റെ ഭാര്യയല്ലോ ഭൂവി. ഇവിടെ സ്ത്രീകൾക്ക് എന്താ പറയുക, പുരുഷൻ്റെ പകുതി അർത്ഥം
പുരുഷൻ്റെ പകുതി ശരീരം സ്ത്രീയാണ്. അപ്പോൾ അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭൂവി, ഈ ഭൂമിയിൽ ശത്രുക്കൾ വന്ന് അവളെ പിടിച്ച് എത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്ന ഉത്തമമേവനും. അപ്പോൾ ഇതിനേക്കാൾ നല്ല മരണമാണ് ആർക്കായാലും. കാരണം എന്താണ്, ഭാര്യ പുരുഷൻ്റെ പകുതി ആണെന്നാണ് പറയുന്നത്, ഭാര്യ പുരുഷൻ്റെ പാതിയാണ്, അതാണ് ശിവശക്തി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇയാൾ അനങ്ങാതിരിക്കുന്നത് പകരം ഇത് മരണമാണ് നല്ലത്. നാണവും പത്നിയും വേണ്ടിയിൽ ഇവന് തൽ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഇയാൾക്ക് നാണവും പത്നിയൊന്നും, നാണവും വേണ്ട ഭാര്യയും വേണ്ട, ഇവന് പ്രാണഭയം കൊണ്ട് മൂഢൻ അവൻ്റെ പ്രാണന് വേണ്ടി ഭയക്കുന്നു. അതുകൊണ്ട് ഭാര്യയും വേണ്ട, നാണവും വേണ്ട, ഇങ്ങനെ നടന്നാൽ മതി, അവൻ്റെ പ്രാണന് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യ വിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യം അകന്ന് തൻ വാളുമായി സത്രം. അപ്പോൾ ഭാര്യയുടെ ഇത്ര കൂടിയ കരച്ചിൽ കേട്ടപ്പോൾ എന്തുവന്ന്, ദശാനനൻ ധൈര്യമൊക്കെ പോയി, കടച്ചിലെ ധൈര്യമൊക്കെ പോയി. ഇത്ര കുറേ അങ്ങ് പറഞ്ഞില്ലയോ അവർ. അപ്പം ധൈര്യം അകന്ന് തൻ വാളുമായി സത്വരം. അയാൾ കണ്ണു തുറന്നാൽ മതി, കവിയരന്മാർ അപ്പോഴേ ഓടിപ്പൊക്കോളും. കാരണം യുദ്ധത്തിന് വന്നതല്ലല്ലോ, ഇവൻ്റെ കണ്ണും തുറപ്പിച്ച് ധ്യാനത്തിൽ നിന്ന് മുടക്കണം, അത്രയേ നോക്കിയുള്ളൂ. അത് ഇത്രയൊക്കെ ചെയ്തപ്പോൾ അയാൾ കണ്ണൂർന്ന് എണീറ്റ് വാളുമായി എണീറ്റ് സത്വരം അങ്കദൻ തന്നോട് അടുത്താൻ. അത് കണ്ട് തുങ്ക ശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ച് എന്നുവെച്ചാൽ വിട്ട് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് തലമുടി നിന്നൊക്കെ വിട്ട് ആർത്ത് വിളിച്ച് പുറത്ത് പോകുന്നുണ്ട്. കാരണം എന്താ, അയാൾ എണീറ്റത് മതി, അവർക്ക് അത്രയും മതിയായിരുന്നു. അയാൾ വാളുകൾ വെട്ടവനെന്താ, ഇവർ കാണിച്ചെന്താ, അയാൾ അതിൽ നിന്ന് എഴുന്നേക്കാനാണ്, ഹോമകുണ്ടത്തിന് അവിടെ നിന്ന് എഴുന്നേക്കാനാണ് ഇവർ ചെയ്തത്. അയാളെ എത്തെല്ലാം ശരീരം കീറി പറിച്ച് മാന്തി കിട്ടുന്ന അയാൾ എണീറ്റില്ല. അപ്പോൾ പിന്നെ ഭാര്യയുടെ മുമ്പിൽ ആയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും അങ്ങനെ രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ച് ആർത്ത് വിളിച്ച് പുറത്ത് പോകുന്ന കുരങ്ങന്മാരെല്ലാം പുറത്തു പോയി. ഹോമം അശേഷം മുടക്കി വയമെന്ന് രാമാന്തികയെ ചെന്ന് കൈതൊഴിന്. ഞങ്ങൾ ഹോമമല്ല അശേഷം ഞങ്ങൾ മുടക്കി, ശരിക്കും എല്ലാം അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വന്നതാണ് ഭഗവാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. കൈ തൊഴിലിട ഈ കുരങ്ങന്മാരെന്ന് പറഞ്ഞു. മണ്ഡോദരിയോടനുസരിച്ച് അന്നേരം പണ്ഡിതനായ ദശാസനം ചൊല്ലിനാൻ. അപ്പോൾ അത്രയൊക്കെ ആയപ്പം മണ്ഡോദരി പറഞ്ഞെല്ലാം കേട്ട് അനുസരിച്ചിട്ട് പറയുന്നു, പണ്ഡിതനായ ദശാസൻ പറയുന്നു, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിരണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. നമ്മൾ നാഥേ ധരിക്കുക, നീ മനസ്സിലാക്കൂ, ദൈവാധീനമൊക്കെയും ജാതനായാൽ എന്ത് വരും, മരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, കൽപ്പിച്ചതല്ല നമുക്ക് അനുഭവിക്കാൻ, കർമ്മങ്ങളെല്ലാം അനുഭവിക്കണ്ടേ, ഇപ്പോൾ അനുഭവം ഇത്തരമാണ്, ഇതാണ് മാമകം. ജ്ഞാനം ആശ്രിത്യ ശോകം കളഞ്ഞിടും നീ അതുകൊണ്ട് അറിയണം, അറിവില്ലാത്തതുകൊണ്ടാണ് നിനക്ക് ഇത് വരുന്നത്. അതുകൊണ്ട് ജ്ഞാനമാ അറിവ്, ജ്ഞാനം ആശ്രിത്യ ശോകം, അതാണ് ജ്ഞാനമാണ്, അറിവാണ് നമുക്ക് ആശ്രയം. അതുകൊണ്ട് ആശ്രയം അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ദുഃഖം. അതുകൊണ്ട് ആശ്രയം ജ്ഞാനം വയ്ക്കൂ, ജ്ഞാനത്തിന് ആശ്രയം കൊടുക്കൂ, അപ്പം നമുക്ക് ശോകം കളയാം, വിഷമം ഉണ്ടാകത്തില്ല. ജ്ഞാനം ആശ്രിത്യ ശോകം കളഞ്ഞിടും നീ, ജ്ഞാന വിനാശനം ശോകം അറിയുന്നത്. ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്, അറിവില്ലാത്തതുകൊണ്ടാണ്. അജ്ഞാന സംഭവം ശോകമാകുന്നത്, അജ്ഞാനമാണ് നമുക്ക് ശോകം. അപ്പോൾ നമുക്ക് വെളിവില്ല, അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അതിനെന്ത് വേണം, അജ്ഞാന ജാത അഹങ്കാരമാകും. അപ്പോഴെന്ത് വരും, അജ്ഞാനം കൊണ്ടാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ അയാൾക്ക് മനസ്സിലറിയാം, അയാൾക്കുള്ള വിധിയാണിത്, പക്ഷെ അയാൾക്ക് അറിയാം, അയാൾക്കുള്ള അറിവില്ലായ്മ കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ്, അയാൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, പക്ഷെ അയാൾക്ക് ഒക്കുന്നില്ല. അജ്ഞാനം ജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും അജ്ഞാന സംഭവം. നമുക്ക് നശ്വരമായ നമ്മുടെ ശരീരം നശിക്കുന്നതാണ്. ശരീരാദികളെല്ലാ ശരീരങ്ങളും, ഏത് ശരീരവും ആരുടെ ആയാലും അത് നശിക്കും. വിശ്വാസവും അജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദി ബന്ധവും ദേഹിക്ക് സംസാരം അത് കാരണം. ദേഹമൂലമാണ് നമുക്ക് ദേഹത്തിന് തോന്നുന്നത്, ദേഹം നശിക്കുന്നതാണ്, പക്ഷെ ആ ദേഹം കൊണ്ടാണ് നമുക്ക് പുത്രധാരാദി ബന്ധം ഉണ്ടാകുന്നത്. ദേഹിക്ക് സംസാരം അത് കാരണമാണ്. ശോകഭയം ക്രോധലോഭമോഹ സ്പൃഹ രാഗ ഹർഷാദി ജര മൃത്യു ജന്മങ്ങൾ അജ്ഞാനജങ്ങളിൽ അഖില ജന്തുക്കൾക്ക് അജ്ഞാനം എല്ലാം അകല കളകനി. അജ്ഞാനജങ്ങളിൽ അഖില ജന്തുക്കൾക്കും അജ്ഞാനം എല്ലാം അകല കളകനി. ജ്ഞാനസ്വരൂപന ആത്മാപരൻ അദ്വയൻ ആനന്ദപൂർണ്ണ സ്വരൂപന അലേപകൻ. അതുകൊണ്ട് നീ സ്ത്രീക്കെല്ലാം അയാൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷെ അയാൾക്കൊന്നും അറിയില്ല.
അപ്പോൾ അയാൾക്ക് ഇതൊക്കെ ചെയ്തുകൂടായിരുന്നു? ഈ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയോ? അത് നിനക്ക് ശോകഭയം, നിൻ്റെ വിഷമങ്ങളും വേദനകളെല്ലാം എന്താ, ക്രോധവും ലോഹവും എല്ലാം എന്താ വരുന്നത്? രാഗം, ഹർഷാദി, ജര, മൃത്യുജന്മങ്ങളെല്ലാം അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് ഇത് വരുന്നത്. അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അതുകൊണ്ട് അകലെ കളക. നീ നിൻ്റെ അറിവില്ലായ്മയെല്ലാം കളഞ്ഞിട്ട് നീ ജ്ഞാനം നേടൂ. അതാണ് ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ജ്ഞാനസ്വരൂപന ആത്മാ അദ്വൈനാണ്, പരമാനന്ദമാണ്, ആനന്ദപൂർണ്ണ സ്വരൂപൻ, അലേപകനാണ്, ഒന്നിനോടില്ല സംയോഗം. അതിന് ഈ പരമാത്മ സ്വരൂപത്തിന് ഒന്നിനോടും സംഘമില്ല, സംയോഗം അതിന് ഇല്ല, മറ്റൊന്നിനോടില്ല വിയോഗവും. അപ്പോൾ ഭഗവാൻ പരമാത്മാവിന് ആരോട് സംഘവുമില്ല, വിയോഗവുമില്ല, അത് ചേർച്ചയില്ല, അകൽച്ചയില്ല, ഒരേ അവസ്ഥ. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞ് ഉടൻ ആത്മനെ ശോകം കളക നീ വല്ലഭേ. അവിടെ നീ ഇത് മനസ്സിലാക്കൂ. അതുകൊണ്ട് ഇതെല്ലാം നിൻ്റെ ആത്മാനം ഇങ്ങനെ നീ കണ്ട് മനസ്സിലാക്കിയിട്ട് നിൻ്റെ ആത്മനി ശോകം, ദുഃഖമെല്ലാം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവാൻ. ഞാനിങ്ങനെ ആണ്, ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിനി ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ വാനരന്മാരെ കൊന്നു വരാം. അല്ലായെങ്കിൽ എന്ത് വരും? അല്ലായെങ്കിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പാനില്ല ഒരു സംശയം. ഞാൻ ഭഗവാന്റെ ശ്രീരാമൻ്റെ അമ്പേറ്റ് കൈവല്യം പ്രാപിക്കും, അതൊരു സംശയം വേണ്ട. എന്നെ രാമൻ കൊല ചെയ്യൽ നീ സീതയെ കൊന്നു കളഞ്ഞുടനെ എന്നോട് കൂടവേ എങ്ങനെ വരും? പാവകൻ തങ്ങൾ പതിച്ച് മരിക്കുക. നീ അഗ്നിയിൽ ചാടി മരിക്കുക. എന്നെ രാമൻ കൊല ചെയ്യിൽ, ശ്രീരാമൻ എന്നെ വധിച്ചാൽ നീ എന്ത് ചെയ്യണം? സീതയെ കൊല്ലണം. കൊന്നു കളഞ്ഞുടനെ എന്നോട് കൂടവേ ഈ രാവണൻ്റെ കൂടെ പോകണം. അതിനെന്താ, രാവണൻ മരിച്ചാൽ ഇതാ ചെയ്യേണ്ട? സീതയെ ഉടനെ കൊല്ലുക. എന്നിട്ട് നീ എന്ത് ചെയ്യണം? എന്നോടൊപ്പം വരണം. എങ്ങനെ വരണം? പാവകൻ തങ്ങൾ പതിക്കുക. അഗ്നികുണ്ഡത്തിൽ വീണ് മരിച്ചിട്ട് നീ ഭാവനയോട് എന്നാൽ ഗതിയും വരും. വ്യഗ്രഹിച്ച് അത് കേട്ട് മണ്ടോദരി ദശഗ്രീവനോട് യുദ്ധം പറഞ്ഞാൾ അത് നേരം. അങ്ങനെല്ലാം പറഞ്ഞപ്പോൾ മണ്ടോദരി ഭാര്യ എന്ത് പറയുന്നവനോട്? രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തെങ്കിൽ എന്ന് ധരിക്ക നീ. ഈ ത്രിലോകങ്ങൾ വെച്ച് ശ്രീരാമനെ ജയിപ്പാൻ ആർക്കും സാധ്യമല്ല. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോഷതൻ നാരായണൻ രാമനായതും ദേവകൻ മകര അവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. അവതാരങ്ങളെ പറ്റിയാണ് പറയുന്ന സ്ത്രീ. ദേവകൻ മകരാവതാരം അനുഷ്ഠിച്ച് വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. പിന്നെ രാജീവലോചനൻ മുന്നേ 1,00,000 യോജന വിസ്തൃതമായ കൂർമ്മമായി പാലാഴി മഥനത്തിന് ആമയായിട്ട്, അത് കൂർമ്മമായി പാലാഴി ക്ഷീരസമുദ്ര മഥന കാലേ പുരാ ഘോരമാ മന്ദരം പൃഷ്ഠേ ധരിച്ചതും. മന്ദരപർവ്വതം ആമയുടെ മുതുകിലല്ലേ വെച്ചത്. ഭഗവാൻ ഈ രാമനാണ്, ഈ ശ്രീരാമനാണ്, ഭഗവാൻ നാരായണനാണ്. ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും. പിന്നെ പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മനുടൻ തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപു തൻ മാരണം കൈ നഖം കൊണ്ട് പിളർന്നതും. 3 അടി മണ്ണ് ബലിയോട് യാചിച്ചു. മൂന്ന് ലോകവും 3 അടിയായി അളന്നതും. പിന്നെ ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പിന്നെ പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ മാർത്താണ്ഡ വംശേ ദശരഥപുത്രനായി ധാത്രി സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്ന് ധരിക്ക നീ. അത് നിന്നെ വെച്ചാൽ രാവണന്. ഇത് പറഞ്ഞതാരാണെന്നറിയാമോ? മണ്ടോദരി. ഇങ്ങനെ ഭഗവാൻ പരമാത്മാവായി ഈ ശ്രീരാമനെ വധിക്കാൻ ഈ 3 ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഇങ്ങനെയെല്ലാം പല പല അവതാരങ്ങൾ എടുത്ത ഭഗവാൻ ശ്രീരാമനാണ്. അതുകൊണ്ട് ഇന്ന് തൊണ്ടുണങ്ങുന്നു. ഇവിടെ പുത്രനായി മാർത്താണ്ഡ വംശേ, അത് സൂര്യവംശത്തിൽ അയോധ്യയിൽ ദശരഥപുത്രനായി ധാത്രി സുതവരനാകിയ ഭൂമിയിൽ അവതരിച്ച രാഘവൻ നിന്നെ വധിപ്പാൻ, അത് രാവണനെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്ന് പിറന്നത് എന്ന് ധരിക്ക നീ. മനസ്സിലാക്കൂ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ട് പോന്നു വൃഥ. നിർലജനാകയാൽ മൂഢ ജളപ്രഭോ. നല്ലതായിട്ട് ഭാര്യ കൊടുക്കുന്നുണ്ട്. ഈ വല്ലഭയെ, ഈ സീതയൊക്കെ കട്ടുകൊണ്ട് പോന്നു വൃഥ. വെറുതെ നീ നിർലജനാകയാൽ, നീ ഇങ്ങനെ ലജ്ജിതനായിട്ട് എന്തിനാണ് മൂഢ ജളപ്രഭു. വൈദേഹിയെ കൊടുത്തിടുക രാമന്. സീതയെ നീ കൊടുക്കൂ.
വൈദേഹിയെ കൊടുത്തിടുക, രാമന് സോദരനായി കൊണ്ട് രാജ്യവും നൽകുക. അതായത് വിഭീഷണൻ, കാരണം അവൻ്റെ മറ്റവൻ്റെ കാലം കളഞ്ഞ പിന്നെ അനുജനും രാജ്യം ഭരിക്കാമല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ദേവി സീതയെ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ പേരെന്താ, വിഭീഷണന് രാജ്യവും നൽകൂ. വൈദേഹിയെ കൊടുത്തിടുക, രാമന് സോദരനായി കൊണ്ട്, അതായത് വിഭീഷണനായി കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഇനി കാനനം വാഴക തപസ്സിനായി. അതുകൊണ്ട് ഭഗവാൻ കരുണാകരനാണ്, കരുണയുള്ളവനാണ്. നീ ഇനി ആയാലും മതി, നീ സീതയെ കൊണ്ട് കൊടുത്തിട്ട് വിഭീഷണന് രാജ്യം ഭരിക്കാൻ കൊടുത്തിട്ട് എന്ത് വേണം, നാം ഇനി നമ്മൾ രണ്ടും കൂടെ കാനനം വാഴക തപസ്സിനായി. മണ്ഡോദരി വാക്ക് കേട്ടൊരു രാവണൻ. അപ്പോൾ നമ്മൾ നാമെന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയാണ്, ഒറ്റയ്ക്കാലും എങ്ങനെയാലും. അവിടെ ഇത്രയൊക്കെ ചെയ്തില്ലയോ, ഇനി എങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, നീ വനത്തിൽ പോയി തപസ് ചെയ്യൂ, രാജ്യമൊക്കെ വിഭീഷണന് കൊടുക്കൂ, സീതയെ കൊണ്ടുവന്ന് രാമനെ ഏൽപ്പിക്കൂ. ഭഗവാൻ രാമൻ കരുണാകരനാണ്, അതുകൊണ്ട് എല്ലാം സഹിക്കും, ക്ഷമിക്കും. നമ്മൾ അതുപോലെ ചെയ്താൽ മതി. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഇനി കാനനം വാഴക തപസ്സിനായി. മണ്ഡോദരി വാക്ക് കേട്ടു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അത് നേരം. എന്താണ് ചണ്ഡപരാക്രമൻ? ക്രൂരതയും പരാക്രമം തികഞ്ഞവൻ. അവൻ്റെ ക്രൂരത ഒരിക്കലും മാറത്തില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട അവന് ക്രൂരത കൂടത്തേ ഉള്ളു. അപ്പോൾ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അത് നേരം. പുത്രമിത്ര അമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. അതുപോലെ ശരിയാ, മരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു, ഇന്ദ്രജിത്ത് മരിച്ചു, കുംഭകർണൻ മരിച്ചു, അവൻ്റെ മക്കൾ നികുംഭനും സർവ്വ മന്ത്രിമാരും ഒക്കെ മരിച്ചു. അപ്പോൾ പുത്രമിത്ര അമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി, മരണം വരുത്തിയിട്ട് ഞാൻ ഏകനായി കാനൻ, ഞാൻ ഒറ്റയ്ക്ക് കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ച വണ്ണം ഭവിക്കയിൽ ഒന്നുമേ, നമ്മൾ മനസ്സിൽ ഭാവിക്കുന്നതൊന്നും ഭവിക്കത്തില്ല. എന്താ, ദുഷ്ടനായതുകൊണ്ടാ. ഒരു ഭക്തനാണെങ്കിൽ ഭവിക്കും, ഒരു ഭക്തൻ എന്താ ഭാവിക്കുന്നത് അത് ഭവിക്കും. പക്ഷെ അവിടെ ദുഷ്ടനായതുകൊണ്ട് അയാൾ വിചാരിക്കൊന്നും നടക്കുകയില്ല. ഭാവിച്ച വണ്ണം എന്താ ഭാവിക്കുന്ന, ശ്രീരാമനെ കൊല്ലണമെന്നാ, സീത എടുക്കണമെന്നാ, നടക്കുന്ന കാര്യമാണോ? ദുഷ്ടന്മാർ അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ നടക്കൂ. അതുകൊണ്ട് ഭാവിച്ച വണ്ണം ഭവിക്കയിൽ ഒന്നുമേ രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവൻ. അതുകൊണ്ട് ഇതേ നടക്കൂ. രാഘവൻ തന്നോട് ശ്രീരാമനോട് യുദ്ധം ചെയ്തിട്ട് വൈകുണ്ഠ രാജ്യം അനുഭവിക്കുക. എങ്ങനെയാ? ശ്രീരാമൻ്റെ കയ്യാൽ മരിച്ച അവിടെ ചെല്ലാം, മോക്ഷം കിട്ടും, വൈകുണ്ഠത്ത് പോകാം. അതുകൊണ്ട് അദ്ദേഹം അവസാനം അത് തീരുമാനിച്ചു. കാനനത്തിലും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല, ഞാനിനി യുദ്ധം ചെയ്ത് ശ്രീരാമൻ്റെ അടുക്ക് പോയി യുദ്ധം ചെയ്തിട്ട് അത് തീരുമ്പോൾ, മരിക്കുമ്പോൾ ഞാൻ വൈകുണ്ഠത്ത് പൊക്കോളാം. എല്ലാവർക്കും നമസ്കാരം. ഇത് വല്ലാത്തൊരു ഇന്നലെയൊക്കെ ഇത്ര പാടില്ല, ഇത് വലിയ പാടാ വായിക്കാൻ, അക്ഷരങ്ങളൊന്നും തിരിഞ്ഞു വരത്തില്ല. എല്ലാവർക്കും നമസ്കാരം മക്കളെ. കേട്ടിട്ട് എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളു. എല്ലാവർക്കും ഇത് ഇത്രയൊക്കെ അത് സംതൃപ്തിയാണ് മക്കളെ. നമുക്ക് എല്ലാം തൃപ്തി വേണം. എനിക്ക് തൃപ്തിയാണ്. ഇതിനകത്ത് ഒരു കുറ്റം ഉണ്ടെന്നൊന്നും എൻ്റെ മനസ്സിലില്ല. അത് അങ്ങനെ സ്വാഭാവികമാണ്. അത്രയൊക്കെ ചിന്തിക്കണം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവളാണ്. ഇതിങ്ങനെ എനിക്ക് പറ്റൂ. അവിടെ ഞാൻ എന്തിനാ അത് പോരാന്ന് ചിന്തിക്കുന്നത്? എനിക്കത് മതിയല്ലോ, എനിക്കിത് മതി. അതാണ്, എനിക്കെല്ലാം മതിയാണ്. അപ്പുറത്തേക്ക് വേണമെന്നില്ല. പക്ഷെ മക്കൾ കേൾക്കുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മതിയാണ്, ഇത് മതി. എല്ലാ മക്കളും അങ്ങനെ പറയുന്നത്, അതെനിക്കറിയാം. ഞാനതൊന്ന് ഓർമ്മിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഹരിവോം ഹരിവോം ഹരിവോം.